മേയ്ക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അതുപോലെ മരിപ്പിക്കാൻ മലക്കുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മൊയ്തീൻ ഷേഖിന് അള്ളാഹു മഴ പെയ്യിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? ചോദ്യം. അപ്പൊ അള്ളാഹ് പറയുന്നു അൻസൽനാമിനസ്സമായി മാൻ, ആകാശത്ത് നിന്ന് വെള്ളമിറക്കിയ നമ്മളാണ്. ഇയാൾ പറയുന്നത് മീകായിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അയപ്പേനും ഏൽപ്പിച്ച് മീകായിൽ ഏൽപ്പിച്ചിട്ടില്ലേ? ഇല്ല 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 ഇല്ല. ഏൽപ്പിച്ചാ ഓക്കെ, ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഓക്കെ. കിട്ടിയില്ലേ? മീകായിലിനെ ഏൽപ്പിച്ചിട്ടില്ല. അതാ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഒരു സംഗതി ഉള്ള വേറെ ആളെ ഏൽപ്പിച്ചിട്ടില്ല കേട്ടോ. അള്ളാന്റെ അധികാരം വിട്ടുപോയി ഞങ്ങൾ പറഞ്ഞതിനർത്ഥം മഴ പെയ്യിക്കാനുള്ള അള്ളാന്റെ അധികാരം എന്തായി? വിട്ടുപോയി. അങ്ങനെ അള്ളാന്റെ അധികാരം വിട്ടുപോയിട്ടില്ല. ഒരു മീകായിലിനെ ഏൽപ്പിച്ചിട്ടില്ല. അള്ളന്നെ മഴ പെയ്യിപ്പിക്കുന്നത്. മീകായിൽ കാരണമാണ് മഴ പടക്കുന്നത്. അല്ല, ഓരോ തുള്ളിയും അപ്പൊ അള്ള പടക്കുക. സഹോദരങ്ങളെ കേട്ടോ, അപ്പൊ മീകായിൽ തന്നെ ഇപ്പൊ വിവാദമായിരിക്കുകയാണ്. മീകായിലിനെ മഴ ഏൽപ്പിച്ചിട്ടില്ലാതാ. മീകായിലിനെ മഴ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാല് അള്ളാന്റെ അധികാരം മീകായിലിന് കൊടുത്തു എന്നതിന്റെ അർത്ഥം. നമ്മൾ പഠിച്ച പാഠപുസ്തകം ദൂരെ തോട്ടിൽ വലിച്ചെറിയണ്ടേ? ഇതാ പുസ്തകം നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച സമസ്തയുടെ പാഠപുസ്തകമായത്. ഈ പുസ്തകത്തിൽ എന്താ പറയണത് കണ്ടോ? മലക്കുകളെ കുറിച്ച് പറയാ. അൽ ഈമാനു ബിൽ മലായിക, മലക്കുകളെ കൊണ്ടുള്ള വിശ്വാസം. ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അംബിയാ മുർസലുകൾക്ക് വഹി എത്തിച്ചു കൊടുക്കൽ. കണ്ടോ? 6 മണിയാ ജിബ്രീലിന്റെ പണി. രണ്ടാമത് മീകായിൽ അലൈഹിസ്സലാം, രണ്ടാമത്തത് മീകായിൽ അലൈഹിസ്സലാം ആണ്. ഇടി, മിന്ന്, കാറ്റ് മുതലായവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവർ. കണ്ടോ? മീകായിലിനെ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇടി, മിന്ന്, കാറ്റ്. ഇത് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുക. എന്നാൽ മറ്റേതെങ്കിലും നിലക്ക് എവിടെയെങ്കിലും പരിപാടി നടത്തുമ്പോൾ പറയാം മീകായിലിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അധികാരം പോയി എന്നർത്ഥം. ഏൽപ്പിച്ചു എന്ന് പറയാൻ പാടില്ല. മീകായിലിനെ തന്നെ വിവാദാക്കി. ഈ രൂപത്തിൽ മീകായിലിനെ കുറിച്ച് പോലും അവരാണ് മഴ പെയ്യിപ്പിക്കുന്നത് എന്ന് പറയാൻ പാടില്ല. മഴ പെയ്യിക്കുന്നത് അള്ളാഹു ആണ് എന്ന് വാദിച്ച ആളുകള് ഈ കുത്തുബിയ്യത്തിൽ എന്താ എഴുതിയെന്നറിയോ? ഈ കുത്തുബിയ്യത്തിൽ എഴുതിയത് യാ കുതുബ അഹ്ലി സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈല ഐനൈ വുജൂദൈഹിം വഗൈതഹുമാ യബ്നൽ അലിയൈനി ഖദ് അഹ്റസ്ത ഇർസഹുമാ യാ ഖൈറ മൻ കാന യുദ്ആ മുഹിയദ്ദീനി. എന്നിട്ട് എന്താ അർത്ഥം കൊടുക്കുന്നത്? ആകാശഭൂമിയുടെ കുത്തുബും അഥവാ കേന്ദ്രബിന്ദു ഗൗസുമായ മഹാനവറുകളെ, ആകാശലോകത്തും ഭൂമിലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാന് മാതല്ലാഹ് കാത്തു രക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്കൂ, ആരെ കുറിച്ചാ പറയുന്നത്? അതേ മുഹീദ്ദീൻ ശൈഖാണ് ആകാശലോകത്തും ഭൂമിലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയൊഴുക്കുന്നത്, മഴയൊഴുക്കുന്നത്, വെള്ളമൊഴുക്കുന്നത് എന്ന് പാടി പറയുന്ന കുത്തുബിയ്യത്ത്. ആ കുത്തുബിയ്യത്ത് നടത്താൻ അഹ്ലുബൈത്തിൽപ്പെട്ട ആള്, അതിന് നേതൃത്വം നൽകാൻ അഹ്ലുബൈത്തിൽപ്പെട്ട ആള്, അഹ്ലുബൈത്താണ് ഞങ്ങള്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ നിലക്ക് ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ പറയും, പ്രചരിപ്പിക്കും. ഞങ്ങളൊന്നും പറയാൻ പാടില്ല, ഞങ്ങളെ ഒന്നും പറയാൻ പാടില്ല, ഞങ്ങളെ ഒന്നും മിണ്ടാൻ പാടില്ല. കാര്യം ഞങ്ങൾ അഹ്ലുബൈത്താണ്. സഹോദരങ്ങളെ, ഈ നിലക്ക് ഇസ്ലാമിക വിരുദ്ധമായ ആദർശം സ്വീകരിക്കുന്ന ആളുകൾ, അവർക്കാണിപ്പോ എന്ത് പറയുന്നത്? അഹ്ലുബൈത്ത് അഹ്ലുബൈത്ത് എന്ന് പറയുന്നത്. സത്യത്തിൽ യഥാർത്ഥത്തിലുള്ള അഹ്ലുബൈത്ത് എന്താ? അവർ ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യവും ചെയ്യാൻ പാടില്ലാത്ത നിഷിദ്ധമായ മഹാനായ മുഹമ്മദ് നബിയുടെ ദീൻ അതുവഴി നിലനിർത്തേണ്ട ആളുകൾ, അവർക്കാണ് അഹ്ലുബൈത്ത് എന്ന് പറയേണ്ടത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശിയായിസം അഹ്ലുബൈത്തിന്റെ മറവില് ചില ആളുകൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രചരിപ്പിച്ചതുപോലെ, അതുപോലെ ദീൻ വിരുദ്ധമായ കാര്യങ്ങൾ കാലഘട്ടങ്ങൾക്കനുസൃതമായിട്ട് അഹ്ലുബൈത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ എതിരാളികൾ പ്രചരിപ്പിച്ചതുപോലെ, കൊണ്ടോട്ടി കൈക്കാർ അവർക്കിടയിൽ വന്നുകൊണ്ട് ഈ കൊണ്ടോട്ടി തരീഖത്ത് ശിയാക്കൾ പ്രവർത്തിച്ചതുപോലെ, അഹ്ലുബൈത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചതുപോലെ ഓരോന്നോരോന്ന് അല്ലേ. എന്നിട്ട് ഇപ്പോ എല്ലാവരും അഹ്ലുബൈത്താണ്. എല്ലാവരും അഹ്ലുബൈത്ത്. ഒന്നും വേണമെന്നില്ല, ഒരു ക്വാളിഫിക്കേഷനും വേണമല്ല, മുസ്ലിം പോലും ആകണമെന്നില്ല അല്ലേ. ഒരു അക്കട് നമ്പറൊക്കെ കാണിക്കുക ഓരോ പ്രദേശത്ത് വന്നിട്ട്, ചില നമ്പറൊക്കെ കാണിച്ചിട്ട് ഇതൊക്കെ അഹ്ലുബൈത്ത്, ഞങ്ങൾ തങ്ങളാണ്, മറ്റേ കുടുംബാണ്, മറിച്ച കുടുംബാണ്, മുസ്ലിം പോലും ആയിരിക്കില്ല. ഇത് നമ്മൾ പറയല്ല,
മുജാഹിദ് ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ മുജാഹിദീങ്ങൾ ദേഷ്യം കൊണ്ട് പറയണം. അഹ്ലു ബൈത്തിനോട് ദേഷ്യം കൊണ്ട് ആര്? നമുക്കെന്താ ദേഷ്യം? നമ്മൾ ദേഷ്യപ്പെടേണ്ട കാര്യം എന്താ? അല്ലേ? നമുക്ക് ദീനോട് മാത്രമേ കൂറുള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല. അള്ളാഹും അവന്റെ റസൂലും പഠിപ്പിച്ച അതേപടി പറയുക, പ്രചരിപ്പിക്കുക, ഇത് മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടി. അത് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർത്ത ആൾക്കാർക്കും ഇപ്പോൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് പാഠം കിട്ടിയില്ലേ? നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദ് അല്ലാത്ത സമസ്തക്കാരനായ കാസിമിയുടെ പ്രസംഗം, ആ കാസിമിയുടെ പ്രസംഗത്തിൽ എന്താ ഇപ്പൊ പറയുന്നത്? ഒരിടയ്ക്ക് നമ്മുടെ നാട്ടില് ഈ തങ്ങൾ പരിവേഷം അണിഞ്ഞുകൊണ്ട് കോഴിക്കോട് മലപ്പുറം ഭാഗത്ത് ഒരു ഷെയ്ഖ് തന്നെ വന്നു അല്ലെ. അവസാനം മൂപ്പര് മന്ത്രിച്ച് കുഴഞ്ഞു, വെള്ളം കുടിക്കാണ്, മന്ത്രിച്ച് കുഴഞ്ഞിട്ട് അവസാനം മൂപ്പര് കിണറ്റിൽ മന്ത്രിച്ചു കൊടുത്തു. എന്നോട് കോരി പൊക്കോളാൻ ഉണ്ടോ? എപ്പോഴും ഒന്നിങ്ങനെ ഊതി കുഴഞ്ഞിട്ട് കിണറ്റിൽ ഊതിയിട്ട് പറയാ ബക്കറ്റിട്ട് കോരി എടുത്താൽ മതി ഉഷാറായിട്ട്. എന്നിട്ട് കന്നാസിന് ചാർജും വെച്ചു. ഒരു കന്നാസ് വെള്ളത്തിന് ഇത്ര രൂപ ഉണ്ടോ? അതിന് ചാർജും വെച്ചു. മൂപ്പരെ കുറിച്ച് നോക്കൂ, അൽ കാസിമി ഇവിടെ പറയുന്നത് ഒരിക്കൽ മുജാഹിദുകാരനല്ല, സമസ്തക്കാരനായ കാസിമി. സമസ്തക്കാരനായ കാസിമി, ആ കാസിമി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. രോഗങ്ങൾ വരെ മാറ്റി എന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് ആരത് മാറ്റി? ആരുടേതാ മാറ്റിയത്? അത് ചില കാറ്റിന്റെ കറാമത്തുകളാണ്. ഞാൻ പറയും, കോഴിക്കോട്ടുകാർ പറയും നിലമ്പൂരൊക്കെ ഒരുപാട് ആളുകൾ അത് മാറ്റിയിട്ടുണ്ട്. നിലമ്പൂർക്കാർ പറയും ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ശബക്കത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ആനമയിൽ ഒട്ടകം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ സ്കൂൾ ആനിവേഴ്സറി ഒക്കെ ഉണ്ടാവുമ്പോൾ ഞാനിത് കാണാറുണ്ടായിരുന്നു. ഈ ആനമയിൽ ഒട്ടകത്തിൻ്റെ ആളുകൾ സത്യത്തിൽ ആരാ? അതിൻ്റെ ആളുകൾ തന്നെയാ. നിങ്ങൾക്ക് അതും അറിയില്ല മനുഷ്യന്മാരെ. ഈ ആനമയിലൊട്ടകം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. എന്താ? ഒരാൾ ഇങ്ങനെ തിരിക്കുക, അങ്ങനല്ലേ? ഇങ്ങനെ തിരിക്കുക, എന്നിട്ട് വെക്കുക, എന്നിട്ട് അതിൽ പൈസ വെച്ചാൽ കമ്പനിക്ക്, കാലി അടിച്ചാൽ കമ്പനിക്ക്, അങ്ങനെയൊക്കെ പറയൂലേ? ഒന്ന് പറഞ്ഞു തരും മനുഷ്യന്മാര്. ഇത് എന്താണ്? നമ്മളൊരാളങ്ങനെ നോക്കി നിൽക്കും. ഒരാളങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ ഈ ആനമയിലൊട്ടകത്തിന് അടുത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ 10 നോട്ട്, 100 നോട്ട്, 50 നോട്ട് ഇങ്ങനെ വാരിക്കൊണ്ട് പോകുന്നുണ്ടാവും. വെക്കുന്ന ഇതിന് ഇയാൾ പോക്കറ്റിൽ ഇടുന്നു. വെക്കുന്ന 10 വെച്ചാൽ 100 കിട്ടുന്നത്. ഇത് നമ്മൾ വിചാരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, മുതലാളിയാകാൻ ഇതന്നെയാണ് ചാൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഉടനെ നമ്മൾ വെക്കും. നമുക്ക് ജീവിതത്തിൽ പോക്കറ്റ് കീറിനല്ലാതെ എന്തേ അങ്ങനെയായത്? ആനമയിലിന് ഒട്ടകത്തിന് വെച്ച ആള് ഒന്നിരിക്കാൻ അതിന്റെ ഓണറാവും, അല്ലെങ്കിൽ കൂടെയുള്ള ഹെൽപ്പറാവും. ഇതന്നെ. അപ്പൊ ഇത്തരം ഈ ശബക്കത്തിൽ ഇത് വലിയ സംഗതിയാ. ഈ ശബക്കത്ത് ഇവിടെ സമൂഹത്തിൽ ഒരു പ്രത്യേകമായ ഒരു നെറ്റ്വർക്ക് ഇതിന്റെ പിന്നിലുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അത് ഓരോ പ്രദേശത്തും ആ നെറ്റ്വർക്ക് നടന്നുകൊണ്ടിരിക്കും. ഒരു പ്രത്യേക സമൂഹം ഇതിന്റെ പിന്നിലുണ്ട്. ഒരു അവസരത്തിൽ ഈ കന്നാസ് മുഴുവൻ തീർന്ന ഒരു 8 കൊല്ലം മുമ്പ് താനൂരിലേക്ക് അഡീഷണൽ ബസ് സർവീസ് ഉണ്ടായി. ആ മലപ്പുറം ജില്ലയിലേക്ക് പെണ്ണുങ്ങൾ മുഴുവൻ നേരം വെളുത്താൽ അങ്ങോട്ട്, ഇപ്പോഴുണ്ട്, ചില പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്, ഞാൻ വിശദീകരിക്കണില്ല. അതൊക്കെ ആരോഗ്യകരമല്ലാത്ത ചികിത്സകളാകുന്നു. ചില പ്രദേശങ്ങളിലൊക്കെ ബസ് ഇങ്ങനെ ഫുൾ ലോഡ് വന്നിട്ട് ചിലടത്ത് വന്ന് ഇറക്കി പോകുന്ന ചില സിദ്ധപ്പണികൾ ഇന്നും നമ്മളെ നാട്ടിൽ നടക്കുന്നു. അതത്ര നല്ല ഒരു ഏർപ്പാടൊന്നുമല്ല. അതിന് വലിയ വിഷയം എന്താണെന്നറിയോ ഉണ്ടായത്? ഇങ്ങനെ ഊതി വെള്ളം ഊതിക്കൊടുത്ത് ഈ കന്നാസ് നിറച്ചു കൊണ്ടുപോയി ചാപ്പനങ്ങാടി, പരപ്പനങ്ങാടി, താനൂര്, തിരൂര്, വൈലത്തൂര്, കോട്ടക്കല്, അടുക്കള, ചട്ടിപ്പറമ്പ്, ആ ഭാഗത്തുള്ള മുഴുവനും പൊടി പിടിച്ച കന്നാസ് മുഴുവനും ഒക്കെ തീർന്നു. വെള്ളം കുത്തിന് കിണറ്റിലൂതി മുക്കിക്കൊണ്ടുപോകാൻ പറഞ്ഞു എന്നാ പറഞ്ഞത്. മനസ്സിലായില്ല? അത് അറിഞ്ഞിട്ടില്ല നിങ്ങൾ? അവസാനം വിവരം കിട്ടിയത് മുറിച്ചിട്ടില്ലായിരുന്നു എന്നാ. തിരിഞ്ഞില്ല. ഞാൻ ഇനി വിശദീകരിക്കണില്ല, എനിക്ക് പരിധിയുണ്ട്. തിരിഞ്ഞില്ലല്ലോ പ്രശ്നം. ഇനി എന്താ ബാവ അതിനേക്കാളൊരു പച്ച പറയല്? ഈ ഷെയ്ഖുനാൻ്റെത് മുറിച്ചിട്ടില്ല, മാർക്ക് കല്യാണം കഴിച്ചിട്ടില്ല, സാധനം നമ്മളാളല്ല. എന്നെ കാര്യം ഈ ജാതി കറാമത്ത് കോഴിക്കോട്ട് നിലമ്പൂര് കേൾക്കും, നിലമ്പൂര് കോഴിക്കോട്ട് കേൾക്കും. അങ്ങനെ ആ കറാമത്ത് ഈ കാറ്റ് വീശുന്ന കറാമത്തിന്റെ ഔലിയപ്പാപ്പമാരെ തന്നെ കാക്കണം. ഇതെല്ലാവരും ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. കറാമത്ത് വളരെ ഉള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാലോ, കറാമത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനപരമായ സത്യമാണ്. അത് യാഥാർത്ഥ്യമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങളായ അല്ലാഹു കൊടുത്തിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്. ഖുർആൻ സാക്ഷിയാ, ഹദീസ് സാക്ഷിയാണ്. ഒരാളതിനെ നിഷേധിച്ചാൽ അവന് ഈമാൻ പോലും കിട്ടില്ല. അത്രയും ഖുർആൻ ബലപ്പെടുത്തിയ, ഹദീസ് ബലപ്പെടുത്തിയ കാര്യമാണ്. പക്ഷെ നമ്മളെ നാട്ടിൽ കാണുന്ന ഈ കാര്യങ്ങളൊക്കെ പല കാര്യത്തിനും അത് കാണുന്നുണ്ടല്ലോ. ഞാൻ വിശദീകരിക്കണില്ല.
കറാമാത്തിന്റെ വേദികൾ. എന്താ ഇപ്പൊ ജനങ്ങളോട് പറയേണ്ടത്? എല്ലാരും നാവിലും കറാമാത്താണ്. ഈ അടുത്ത ദിവസം ഒരാളൊരു കുട്ടിക്ക് സുഖമില്ല. അപ്പൊ ഒരു സ്ഥലത്ത് എന്നെ കണ്ടു. അപ്പൊ ഇയാൾ പറയാം, ഈ കുട്ടിക്ക് ചെവി കേൾക്കില്ല. പ്രസവിച്ച അന്ന് മുതലേ ഈ കുട്ടിക്ക് ബോധ്യപ്പെട്ടു ഒന്നുമില്ല. പല ആളുകളെയും ബന്ധപ്പെട്ടു, എന്നിട്ട് ഈ കുട്ടിക്ക് ചെവി കേട്ടിട്ടില്ല. പിന്നെ ഡോക്ടർമാർ പറഞ്ഞു ഈ കുട്ടിക്ക് ഇനി ചെവി കേൾക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഇയാൾ പിന്നെ എന്നോട് പറയാണ്, ഒരു സദസ്സുണ്ട് ഇപ്പൊ ഈ റമളാൻ മാസത്തിൽ ഒരു സ്ഥലത്ത് ഒരു സദസ്സുണ്ട്, വലിയ കറാമത്തിന്റെ സദസ്സാന്നാണ് കേട്ടത്. അതുകൊണ്ട് അവിടെ പോയ ആ കുട്ടിക്ക് കേൾവി ശക്തി തിരിച്ചു കിട്ടുന്നാണ് എല്ലാവരും ഉറപ്പിച്ച് പറയണത്. ഞാൻ ഏതായാലും അതിന് ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരുങ്ങണ്ട പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഒന്ന്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും അയാൾ ഏതായാലും ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ രണ്ടാമതായി ഞാനത് പറഞ്ഞാൽ ഇയാൾ എതിർ ഗ്രൂപ്പാണെന്നാണ് വിചാരിക്കുക. സത്യം മനുഷ്യന്മാർ ഉൾക്കൊള്ളൂല. ഇത് വളരെ ചിന്തിക്കണം. ഇങ്ങനെയുള്ള ഈ ഊതി ഉറപ്പിച്ച ആർക്കായി കറാമത്ത് കിട്ടിയത്? ഇതൊക്കെ ഈ കറാമത്തുകളൊക്കെ സത്യത്തിൽ കച്ചവട കറാമത്തുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിലെല്ലാവരും ഉണ്ട്. ഇതാരും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല, സത്യം സത്യമായത് കൊണ്ട് പറഞ്ഞതാണ്. കറാമത്ത് വളരെ യാഥാർത്ഥ്യമാണ്, ഉള്ളതാണ്. ഏതോ മക്ബറയിൽ 4 വട്ടം പോയി ദുആ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ഉള്ള ചില ഔലിയാക്കന്മാരെ കറാമത്ത്. ഓലിങ്ങനെ ഇടക്കിടക്ക് എവിടെയെങ്കിലും മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരാണ് എന്നതാണ് ഈ കോഴിക്കോട്ടും പരിസരത്തൊക്കെ ഉള്ള ചില കോഴിക്കോട്ടെ ജില്ലയിലുള്ള പല മഹാന്മാരുടെയും മഹാഹോജമാരുടെയും കറാമത്ത്. പറയണ്ട, നിങ്ങൾ പറയിപ്പിക്കേണ്ട, നിങ്ങൾ ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്ന നല്ലത്. മനുഷ്യന്മാരെ കുരങ്ങാക്കരുത്. ഈ പരിപാടിയൊക്കെ നിർത്തണം. മനുഷ്യന്മാർക്ക് എനിക്ക് കഴിയാത്ത കാര്യം കഴിയൂല എന്ന് പറയണം. എന്തിനായി മനുഷ്യനെ കുരങ്ങൽപ്പിക്കേണ്ട ആവശ്യം? ഇൽമില്ലാത്ത ആളുകൾ, അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾ, ഒരു ഏർപ്പാടില്ലാത്ത ആളുകളാണ്ട് ഔലിയാപ്പാവുക. പിറ്റേന്ന് അവന് പിറുപുറു 4 ദിവസം ആണ്ട് അജ്മീർ പോവുക. 5ാമത്തെ ദിവസം താടിയും വെച്ചിട്ട് പുറുപുറു നിറഞ്ഞു വരിക. അതിന് അലിപ്പറിയോ ബാ അറിയോ ഒന്നും അറിയില്ല. ഈ ജാതി കുറച്ച് കച്ചവട ഔലിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു കെട്ടേണ്ടതാ. ഇത് തമാശയല്ല പറഞ്ഞത്. ഏത് ഔലിയാണിവൻ? എവിടുത്തെ ഔലിയാണിവൻ? ഇതൊക്കെ ആലിമീങ്ങൾ നല്ല പോലെ ശക്തമായി പറയണം. ആരിതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരെ കയ്യിൽ ഔലിയില്ല, ശർക്കരയില്ല, ഒന്നുമില്ല. ഇവർ ഔലിയല്ല, ഇവർ ശർക്കര പാപ്പയല്ല, ഇവർ ഔലിയ പാപ്പയല്ല, ഒരു പാപ്പയല്ല. ഇവരോരെ വീട്ടിലെ പാപ്പയാണ്. അവർക്ക് ഇങ്ങനെ വലിയ വലിയ വീട് കയറ്റണം, ലക്ഷക്കണക്കായ ബിസിനസ്സുകൾ നടത്തണം, ഉള്ള വീട് കുത്തിപ്പൊളിച്ചിട്ട് വീട് കയറ്റണം. ഒരു പെണ്ണ് മടിയാതെ വരുമ്പോൾ അടുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം. നാട്ടിലെ കമ്പനിയിൽ മുഴുവനും അവർക്ക് അക്കൗണ്ട് തുടങ്ങണം. ഇതിനുള്ള ഏർപ്പാടാ. എന്നിട്ട് ഇതൊക്കെ വരവ് ചെയ്യാണ്. എല്ലാം വരവ് ചെയ്യുന്നത് സുന്നത്തിയമായത്തിന്റെ അക്കൗണ്ടിലേക്ക്. അപ്പോൾ വളരെ വ്യക്തമാണ്. ഇത് നമ്മൾ പറയണല്ല. നമ്മൾ പറയുമ്പോഴേ ചിലർക്ക് വിഷമമുള്ളൂ. ഇത് നമ്മൾ പറയണല്ല. തങ്ങളുടെ പേര് പറഞ്ഞ്, അഹ്ലുബൈത്തിന്റെ പേര് പറഞ്ഞ്, കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ കടന്നു വന്ന് കറാമത്ത് കഥകളുടെ പേര് പറഞ്ഞ് മന്ത്രിക്കുക, ചികിത്സിക്കുക, വെള്ളം ഊതി കൊടുക്കുക, രോഗം മാറ്റുക, അവസാനം ഓതി നോക്കുഴഞ്ഞപ്പോ കിണറ്റിൽ ഊതിയിട്ട് അവസാനം ബക്കറ്റ് കന്നാസുമായിട്ട് വരാൻ പറയാം. അവസാനം ഇത് ആൾക്കാർ കന്നാസ് മേടിച്ചോണ്ട് വരും. 2 കന്നാസിന് ഇത്ര രൂപ വില നിശ്ചയിച്ചു കൊടുക്കുക. അവസാനം കന്നാസ് തീർന്നു. അവസാനം അന്വേഷിച്ചപ്പോൾ ആള് കണ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ഉണ്ടോ? ഇത് നമ്മൾ പറയണല്ല, നമ്മൾ വിമർശിക്കാൻ വേണ്ടി പറയണല്ല. ഈ ജാതി തട്ടിപ്പ് ഈ കൊച്ചു കേരളത്തിന്റെ മുക്കുമൂലകളിൽ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനെപ്പറ്റി പറയാൻ ധൈര്യമില്ല പലർക്കും. മുജാഹിദ് പ്രസ്ഥാനം തുറന്നു പറയുന്നു. ആര് കാണിച്ചാലും ദീനിന്റെ പേരിലാണ് ഞങ്ങൾ കാണിക്കും. പക്ഷേ ദീനിന്റെ പേരിലല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവായി ബാധിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ആ നിലക്കുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റു നിലക്ക് യാതൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോലും. ഇപ്പോ ഞാൻ സാധാരണ പറയാൻ, വീരപ്പൻ ഇവിടെ ജീവിച്ചില്ലേ, കാട്ടുകള്ളം വീരപ്പൻ. അയാൾ തട്ടിപ്പെടുത്തിയിട്ടില്ലേ? തട്ടിപ്പൊക്കെ നടത്തി. പക്ഷേ ആ തട്ടിപ്പ് പോലല്ല ഈ തട്ടിപ്പ്. ഇത് മതത്തിന്റെ പേരിലുള്ള തട്ടിപ്പാണ്, ദീനിന്റെ പേരിലുള്ള തട്ടിപ്പാണ്. പക്ഷെ ഈ തട്ടിപ്പ് കാണുമ്പോൾ തുറന്നു പറയാൻ പണ്ഡിതന്മാർ ധൈര്യം കാണിക്കില്ല. ഇപ്പൊ മൂപ്പര് സ്റ്റേജിൽ നിന്നാണല്ലോ പറഞ്ഞത്. ഈ അൽക്കാസിമി സ്റ്റേജിൽ നിന്നാണ് പറഞ്ഞത്. മൂപ്പരുടെ കണ്ണുകൊണ്ട് മൂപ്പര് കണ്ടു. എന്ത്? മൂപ്പരോട് തന്നെ ഒരാൾ വന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞു കേട്ടില്ലേ? എന്ത്? എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, മലപ്പുറത്ത് ഇങ്ങനെ കറാമത്ത് കാണിക്കുന്നുണ്ട് റമദാൻ മാസത്തില്. അത് എന്റെ കുട്ടിക്ക് ചെവിക്ക് സുഖമില്ല, അതുകൊണ്ട് ജന്മനാ ചെവി കേൾക്കാത്ത കുട്ടിയും കൊണ്ട് ആ മലപ്പുറത്തെ ഇന്നടുത്തൊന്ന് പോയി നോക്കാം, കറാമത്ത് പെരുകിട സ്ഥലമാണല്ലോ, അവിടെ പോയി നോക്കാന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ മൂപ്പര് പറയാം, ഞാൻ പോകണ്ടെന്ന് പറഞ്ഞില്ല. കാര്യം എന്താ? ഞാൻ എന്നെ മറ്റേ ഗ്രൂപ്പാണെന്ന് വിചാരിക്കൂ. മൂപ്പരനെ പറഞ്ഞില്ല. ഒന്നുകൂടി നിങ്ങൾ കേട്ട് ആ ഭാഗം ഒന്നുകൂടി നിങ്ങൾ കേൾക്കുക. കറാമാത്തിന്റെ വേദികൾ. എന്താ ഇപ്പൊ ജനങ്ങളോട് പറയേണ്ടത്? എല്ലാരും നാവിലും കറാമാത്താണ്. ഈ അടുത്ത ദിവസം ഒരാളൊരു കുട്ടിക്ക് സുഖമില്ല.
ഒരു സ്ഥലത്ത് എന്നെ കണ്ടു. അപ്പൊ ഇയാൾ പറയും ഈ കുട്ടിക്ക് ചെവി കേൾക്കില്ല. പ്രസവിച്ച അന്ന് മുതലേ ഈ കുട്ടിക്ക് ബോധ്യപ്പെട്ടു ഒന്നുമില്ല. പല ആളുകളെയും ബന്ധപ്പെട്ടു എന്നിട്ട് ഈ കുട്ടിക്ക് ചെവി കേട്ടിട്ടില്ല. പിന്നെ ഡോക്ടർമാർ പറഞ്ഞു ഈ കുട്ടിക്ക് ഇനി ചെവി കേൾക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഇയാൾ പിന്നെ എന്നോട് പറയാണ്, ഒരു സദസ്സുണ്ട് ഇപ്പൊ ഈ റമളാൻ മാസത്തിൽ ഒരു സ്ഥലത്ത് ഒരു സദസ്സുണ്ട്, വലിയ കറാമത്തിന്റെ സദസ്സാണ് കേട്ടത്. അതുകൊണ്ട് അവിടെ പോയ ആ കുട്ടിക്ക് കേൾവി ശക്തി തിരിച്ചു കിട്ടുന്നാണ് എല്ലാവരും ഉറപ്പിച്ച് പറയണത്. ഞാൻ ഏതായാലും അതിന് ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരുങ്ങണ്ടെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഒന്ന് ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും അയാൾ ഏതായാലും ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ രണ്ടാമതായി ഞാനത് പറഞ്ഞാൽ ഇയാൾ എതിർ ഗ്രൂപ്പാണെന്നാണ് വിചാരിക്കുക. സത്യം മനുഷ്യന്മാർ ഉൾക്കൊള്ളൂല. സഹോദരൻ വളരെ അപ്പൊ കണ്ടില്ലേ, അപ്പൊ എതിർ ഗ്രൂപ്പാന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്തോ സത്യം മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനം തുറന്നു പറയുന്നു. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വ്യത്യാസം. മനസ്സിലായില്ലേ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് വളച്ചൊടിക്കുവാനും വളച്ചു കെട്ടുവാനും ഉള്ളതല്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ മതം എന്ന് പറഞ്ഞാൽ അത് പ്രവാചകൻ എങ്ങനെ പഠിപ്പിച്ചുവോ അതുപോലെ സഹാബത്ത് എങ്ങനെ ഉൾക്കൊണ്ടുവോ അങ്ങനെ തന്നെ ലോകാവസാനം വരെ നിലനിൽക്കേണ്ടതാണ്. അതിനുവേണ്ടിയാണ് ഇസ്ലാഹി പ്രസ്ഥാനം നിലനിൽക്കുന്നത്. അതിനുവേണ്ടിയാണ് അഹ്ലുബൈത്തും നിലകൊള്ളേണ്ടത്. പക്ഷേ അഹ്ലുബൈത്തിന്റെ പേര് പറഞ്ഞ് തൽക്കാലം തട്ടിപ്പ് ജീവിതം നടത്തി സുഖജീവിതം ദുര്യാവിലാക്കി കളയാം എന്ന് വിചാരിച്ച് പണിയെടുക്കുന്നവരാണ് പലരും ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായുള്ളത്. എല്ലാ രംഗത്തും ഇല്ലേ? എല്ലാ രംഗത്തും ഒന്നും വേണമെന്നില്ല. ഇപ്പൊ തങ്ങളാകാൻ അഹ്ലുബൈത്താകാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറെ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളൊന്നും വേണ്ട. കേവലം ഒരു പച്ചപ്പുതപ്പും അതുപോലെ ഒരു വെള്ളത്തലപ്പാവും അതുപോലെ ഒരു നീണ്ട താടിയുമൊക്കെ ആയാൽ തന്നെ തങ്ങളുപ്പാപ്പയാകാം എന്ന അവസ്ഥയിലാണ് ഇന്നത്തെ ആളുകള്. കാരണം എന്താ? യഥാർത്ഥ അഹ്ലുബൈത്ത് ആരാന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. യഥാർത്ഥ അഹ്ലുബൈത്ത് എന്താണ് എന്ന് നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നില്ല. എന്താണ് അഹ്ലുബൈത്തിന്റെ സവിശേഷത എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. എന്താണ് അഹ്ലുബൈത്തിന് ഉണ്ടാകേണ്ട യോഗ്യത എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു പച്ചപ്പുതപ്പും പച്ചത്തലപ്പാവും ഉണ്ടെങ്കിൽ ആർക്കും ഇവിടെ ഔലിയാകാം, തങ്ങളാകാം, അഹ്ലുബൈത്തിൽ മെമ്പർഷിപ്പ് എടുക്കാം എന്നൊരവസ്ഥ നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഇപ്പോ അല്ലെ കുളിക്കാത്തോനും തങ്ങളാ, നനക്കാത്തോനും തങ്ങളാ, പള്ളി പോകാത്തോനും തങ്ങളാ, എന്ത് ചെയ്താലും തങ്ങളാണ്, അഹ്ലുബൈത്താണ്, ഔലിയാണ് അല്ലേ? ഈ കോലത്തില് വളരെ വ്യക്തമായി നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ നാടിന്റെ മുക്കുമൂലകളിൽ ഒരുപാട് തട്ടിപ്പ് വീരന്മാർ ജീവിക്കുന്നുണ്ട്. ഒരുപാട് തട്ടിപ്പ് വീരന്മാർ അല്ലേ? അവസാനം നമ്മൾ ഇത്ര ഒരിടത്തിന് ജീവനോടെ കിട്ടി. കാര്യം മുമ്പ് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുളിക്കാത്ത, നനക്കാത്ത, പള്ളി തേക്കാത്ത, പള്ളി പോകാത്ത, നമസ്കരിക്കാത്ത, നോമ്പ് നോക്കാത്ത, തെക്കാത്ത കൊടുക്കാത്തവൻ ഔലിയ എങ്ങനെ ആകും എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിശദീകരിക്കുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. പലരും കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ ഔലിയാക്കന്മാരുണ്ടാവും. അവസാനം ജീവനോടൊരെണ്ണത്തിന് നമുക്ക് കിട്ടി. ജീവനോടെ കിട്ടി. ജീവനോടെ പിടിച്ചോളൂ. നോക്കണം ഔലിയാപ്പാപ്പന്റെ പ്രത്യേകത. മൂപ്പര ഒരു കറാമത്ത് തന്നെ ഭക്ഷണം കഴിക്കാറില്ല. ഭക്ഷണം ഇല്ലാതിട്ടില്ല, മൂപ്പര് കഴിക്കൂല. അപ്പൊ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചാല്? മറ്റൊന്നുമല്ല, അപ്പോ എനിക്ക് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. എന്താണ് അത് മൂപ്പര പ്രശ്നം? മൂപ്പര് വിശദീകരിക്കുക, നിങ്ങളൊന്ന് കാണുക. ഭക്ഷണമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് കഴിച്ചൂടെ? അതോ നമ്മളെ വലത്തെ കൈകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചു ഇല്ലേ? ആ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചുമ്പോ തെങ്ങുണ്ട്, തെങ്ങ് അതിന്റെ ഓലക്കടി വിഗും. വീണ വട്ടയില് നമുക്ക് പച്ചപ്പട്ട എടുത്തിട്ട് കത്തിച്ചാൻ പറ്റില്ല, അത് ഉണങ്ങി വിഗും. ചിലപ്പം വാസുവാക്യ മൂത്തരത്തിൽ വിൽക്കും, ഇല്ലെങ്കിൽ മയമ്മ വാക്യ മൂത്തരത്തിൽ വിൽക്കും. അത് ഈ കൈ കൊണ്ട് എടുത്തിട്ട് അത് എല്ലാം പറ്റും. ഈ അടുപ്പിലിത് കത്തിച്ചുമ്പോ ഈ ഓലക്കടി 4 വട്ടം നീക്കും. അപ്പൊ കൈ വൃത്തിയാക്കി. ഞങ്ങളെ കൈമ ഈ ചരട് മന്ദിരിച്ചണ നേരത്തും വെള്ളം മന്ദിരിച്ചണ നേരത്തും ജിൽമക്കൾ വന്ന് തൂങ്ങണ നേരം. അപ്പൊ ഇതാണ് ചെന്നാല് നമ്മള് എണ്ണ തേച്ചല്ല, എണ്ണ തേച്ചിട്ട് നല്ല ചന്ദ്രിക സോപ്പ് തേച്ചാൽ ആ എണ്ണടും തുള്ളിയില്ല, അതേ വരച്ച് അതുകൊണ്ടാ വെച്ചുണ്ടാക്കലും. സഹോദരങ്ങളെ, ആ മൂപ്പര് ഇത്ര സൂക്ഷ്മതയാ. നിങ്ങളെന്താ ഭക്ഷണം കഴിക്കാത്തത്? മറ്റൊന്നുമല്ല, ഈ ഓലയൊക്കെ വെട്ടിയിട്ടല്ലേ ചിലപ്പോ വാസുപാത്തി മൂത്രത്തി വീഴും. പിന്നെ അതെടുത്ത കൈന ജസാവും. കൈന ജസായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മന്ത്രിക്കുന്ന നേരത്തെ എന്തെങ്കിലും ജിന്ന് വന്ന് തൂക്കണ കൈയാണ്. അപ്പൊ എന്തെടുക്കാൻ പറ്റൂല, ജിന്ന് തൂങ്ങാൻ പറ്റില്ല. കാര്യം കയ്യിൽ മൂത്രം ഉണ്ടാവൂലേ. അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി തിന്നാത്ത അത്ര സൂക്ഷ്മതയാണ്. എന്തിനാണ് ഇങ്ങനെ സൂക്ഷ്മതയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഈ ഒരു പ്രത്യേക കോലത്തിൽ നമസ്കരിക്കാൻ മൂപ്പരനെ പറയുന്ന നമസ്കരിക്കാറില്ല എന്നൊക്കെ മൂപ്പരനെ പറയാൻ. അപ്പോ ഈ നമസ്കരിക്കാതെ ഇങ്ങനെ ഒരു ചടങ്ങൊക്കെ ആയിട്ട് ഇരിക്കണ എന്തിനാ? മറ്റൊന്നിനല്ല. എന്താ പിന്നെ ചെയ്യണ പണി? ഞാനിത് പറയുമ്പോ ചില ആൾക്കാർ വിചാരിക്കും, ചില ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കും, അത് മുജാഹിദീങ്ങൾ തന്നെ ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട്
കെട്ടിയിട്ട് ഒരു പച്ചപ്പുതപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അഭിനയിപ്പിച്ചതാണ് എന്നിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഔദ്യോഗികമായ ഒരു വാർത്താ മീഡിയയിൽ വന്ന ഒരു ഔലിയാണ്, മറ്റേ മീഡിയയിലൊക്കെ ഇവിടെ പിന്നെ ചാനലിലേക്ക് കയറിയിരുന്ന ഒരു ഔലിയാണ്. അതുകൊണ്ട് ആ ഔലിയെ തന്നെ കൊണ്ടുവന്നത്. ഈ ഔലിയെ ചെയ്യുന്ന പണി എന്താ? ഈ കോലം കെട്ടിയിട്ട് എന്താ പിന്നെ ചെയ്യാനുള്ള പണി എന്താ? എടുക്കാനുള്ള പണി എന്താ? അയാൾ എടുക്കുന്ന പണി നിങ്ങളത് കാണുക. ഔലിയയെ തേടി പലയിടങ്ങളിൽ നിന്നും ദുരിത നിവാരണാർത്ഥം ആളുകൾ എത്തുന്നു. ഏതുവിധ ബലാലു മുസീബത്തുകൾ, കൈവിഷം, മറ്റു കൂടിയ ആപത്തുകൾ, കൃഷി, കച്ചവടം ഇത്യാദി തൊഴിലുകളിലെ എല്ലാ ഹലാലായ മുറാദുകൾ, വിവാഹ സന്താന ഭാഗ്യങ്ങൾ, ഇവയ്ക്കൊക്കെ ഇവിടെ അള്ളാഹുവിന്റെ ശിഫ നേടിക്കൊടുക്കുന്നുവെന്ന് ദർഗാ ഷരീഫിന്റെ പ്രസ്താവന അവകാശപ്പെടുന്നു. പ്രാർത്ഥനയും തകിടെഴുതലും മന്ത്രിക്കലുമാണ് വിധികൾ. ഗൾഫ് പ്രവാസികളുടെ ആഗ്രഹ നിവൃത്തികളും മസ്താൻ നിറവേറ്റുന്നു. സഹോദരങ്ങളെ, അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, എല്ലാവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കും മൂപ്പര്. എന്ത് പ്രശ്നമെങ്കിലും പരിഹരിച്ചു കൊടുക്കും. ഗൾഫ് പ്രവാസികളായ ആളുകൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ മൂപ്പര് പരിഹരിച്ചു, എല്ലാ ആവശ്യവും നിർവഹിച്ചു കൊടുക്കുന്ന ആളാ. മൂപ്പരൊക്കെ ചെന്നാൽ ഒരു 10 നോട്ട് അല്ലെങ്കിൽ 50 നോട്ട് അല്ലെങ്കിൽ 100 നോട്ടൊക്കെ ആയിട്ട് എന്നാൽ കാര്യത്തിന്റെ ഗൗരവം പോലെ മൂപ്പരൊന്ന് കണ്ടാൽ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്ന. പക്ഷെ മൂപ്പരോട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടോ? നിങ്ങൾ മറ്റുള്ളവരുടെ ആഗ്രഹമൊക്കെ നിറവേറ്റി കൊടുക്കും, നിങ്ങൾക്ക് വല്ല ആഗ്രഹം ഉണ്ടോ എന്ന് മൂപ്പരോട് ചോദിച്ചു. അപ്പൊ മൂപ്പരെന്താ പറയാ? അത് മൂപ്പര് തന്നെ പറയട്ടെ, നമ്മൾ പറയണ്ടല്ലോ. ആഗ്രഹങ്ങളൊന്നുമില്ലേ? ആഗ്രഹങ്ങളുണ്ട്, 31 ആഗ്രഹങ്ങളുണ്ട്. അതേതൊക്കെയാണ് 31 ആഗ്രഹങ്ങൾ? 31 എന്റെ കുട്ടികളെ, എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത കുട്ടിന്റെ പേര് ആയിസാബിയാണ്, രണ്ടാമത്തെ കുട്ടിന്റെ പേര് ഫാത്തിമത്ത് സൂറാബിയാണ്, ബീവിയാണ് രണ്ടും. അവരെ ഒരു സുന്നത്തോട് കൂടെ കല്യാണം കഴിച്ച് അവരും അവരെ പുതിയാപ്പിളയും കൂടി വരുന്ന് കണ്ടത് എനിക്ക് ബിരിയാണി നെയ്ച്ചോറും തിന്ന മട്ടാണ്. അതിനുള്ളൊരു ആശയാണ് എനിക്ക് ആകെ ഉള്ളൊരു ആശ. സഹോദരങ്ങളെ, മൂപ്പറുടെ ആഗ്രഹം ബാക്കിയാണ്. ഈ ആഗ്രഹങ്ങളൊക്കെ ബാക്കിയുള്ളത് കൊണ്ടാണ് മൂപ്പർ ഈ കോലം കിട്ടിയത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ, പ്രയാസം ഉണ്ടായാൽ, ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി ഈ കോലം കെട്ടി ഇറങ്ങുക. ഓരോ കോലം കെട്ടി ഓരോന്നുണ്ടാക്കി ദീനിന്റെ പേരിൽ അല്ലെ. മനുഷ്യന്മാരിൽ എന്തൊക്കെ പണി ചെയ്യാണ്ട് നാട്ടില്, എന്തൊക്കെ പണി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? തുണിക്കച്ചവടക്കാരനായിരുന്നു. അലി റളിയല്ലാഹു അൻഹു പുല്ലുവെട്ടുകാരനായിരുന്നു അല്ലെ. പുല്ല് വെട്ടിയിട്ട് പിന്നെ കുതിരകളുള്ള മൃഗങ്ങളുള്ള വീടുകളിൽ കൊണ്ടുപോയിട്ട് വിതരണം ചെയ്ത് അത് കിട്ടുന്ന കാശുകൊണ്ട് ജീവിച്ച ആൾ അലി റളിയല്ലാഹു അൻഹു. അലി തങ്ങളെ അഹ്ലു ബൈത്തിന്റെ തലവനല്ലേ. അതുപോലെ തന്നെ ഓരോരുത്തരും ഓരോ പണിയെടുത്ത് ജീവിച്ച മനുഷ്യന്മാരാ സഹാബത്ത് അല്ലേ. പക്ഷേ എന്തെങ്കിലും ഒരു വേജാറുണ്ടായി കഴിഞ്ഞാൽ എന്തെടുക്കുക, ദീനിന്റെ പേരിലൊന്നും ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ പൈസ ഇട്ടുക. അതിന് ഹജ്ജിന്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ ചെയ്തോളാം, നിങ്ങളുടെ ഹജ്ജൊക്കെ ഞാൻ ചെയ്തോളാം. അപ്പൊ നിനക്ക് ഹജ്ജ് ചെയ്യണം, ഞാൻ മേടിച്ചു അത് മേടിക്കാം. ഇപ്പൊ നിനക്ക് ഹജ്ജ് ചെയ്യണം, ഞാൻ മേടിച്ചത് ഞാൻ ചെയ്തോളാം. എല്ലാം കൂടെ ഒറ്റ ഹജ്ജ്. മനസ്സിലായില്ലേ? എല്ലായിടത്തും ഹജ്ജ്. ഈ തട്ടിപ്പ് എന്തിനാ? സമ്പത്തിന് വേണ്ടിയോ? ദീൻ വിറ്റിട്ട് കാശാക്കുകയോ, ഇസ്ലാം മതത്തെ വിൽക്കുകയോ, ആ വിൽക്കുന്നവന് കൂട്ടു നിൽക്കുകയോ, അവനെ കൊണ്ടു നടക്കുകയോ, അതിന് എന്താ പറയേണ്ട പേര്? എന്താണ് ദീനിൽ അതിന് പറയേണ്ട പേര്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായിരുന്നു ഇതെങ്കിൽ തലവെട്ടിക്കളയും ഇല്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായിരുന്നു ഇതെങ്കിൽ ഈ കാക്കനാട് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നില്ല. ഈ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാര്, ദീനിനെ വിൽക്കുന്ന മനുഷ്യന്മാര്, അവർ എങ്ങനെയായിരിക്കും, അവരോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? എന്നിട്ട് ഓശാന പാടുന്ന ഉലമാക്കന്മാർ മിണ്ടാൻ പാടില്ല. അത്രേ മിണ്ടാൻ പാടില്ല. ആരാ പറഞ്ഞു മിണ്ടാൻ പാടില്ലെന്ന്? ആരാ പറഞ്ഞു മിണ്ടാൻ പാടില്ലെന്ന്? ഏത് പണ്ഡിതനാ പറഞ്ഞത്? എങ്കിൽ ഇപ്പൊ മിണ്ടണതോ? ആലുവ തരീക്കത്തിന്റെ പേരിൽ വിവാദം നടക്കുക സമസ്തയില്. അറിയോ എന്താ ആലുവ തരീക്കത്തിന്റെ ഷെയ്ഖ് മോശാണോ? തങ്ങളല്ലേ, അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞ വ്യക്തിയല്ലേ ആലുവ തരീക്കത്തിന്റെ ഷെയ്ഖ്? എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ആ തരീക്കത്ത് പിഴച്ചതാണത്രേ. നിങ്ങൾക്ക് പറയാൻ അവകാശമുണ്ടോ? തരീക്കത്തിനെതിരെ അഹ്ലു ബൈത്തിന്റെ ആളല്ലേ അയാള്? തരീക്കത്തിനെതിരെ നിങ്ങൾ പറയുമ്പോ അഹ്ലു ബൈത്തിന്റെ ഒരു വ്യക്തിയല്ലേ എതിർക്കുന്നത്? തങ്ങളല്ലേ അദ്ദേഹം. ആ തങ്ങളെ എതിർക്കാൻ എന്ത് യോഗ്യത? എന്നിട്ട് നാട്ടിൽ വന്ന് കുഴപ്പം കാണിക്കുമ്പോ, അതുപോലെ തന്നെ സാധാരണക്കാരന്റെ പോക്കറ്റ് അടിക്കുമ്പോ, അള്ളാന്റെ മതത്തെ വിൽക്കുമ്പോ ആരെങ്കിലും അത് എതിരാന്ന് പറഞ്ഞാൽ മിണ്ടാൻ പാടില്ല അത്രേ. അഹ്ലു ബൈത്തിന്റെ കോപം കിട്ടും അത്രേ. എന്നാ നിങ്ങൾ മിണ്ടിയില്ലേ? പേരോടക്കം മിണ്ടിയില്ലേ? മുദിയാക്കന്മാരെ പേരോടക്കം പറഞ്ഞില്ലേ? ആരെ പറ്റിയാ പറഞ്ഞത്? ഈ തങ്ങന്മാരെ കുറിച്ചാ പറഞ്ഞത്, ഈ തരീക്കത്തുകാരെ കുറിച്ചാ പറഞ്ഞത്. ഈ തരീക്കത്തിന്റെ ഇമാമാരാ? തങ്ങന്മാരാണ്. അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞു വന്നവരാ. ആ അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞു വന്ന തങ്ങന്മാർക്കെതിരെ പേരോട് പറയുന്ന വർത്താനം നിങ്ങളൊന്ന് കേൾക്കുക. എന്തെല്ലാം സാധനങ്ങളാ പഠിച്ചവനെ ഇസ്ലാമിന്റെ പേരിൽ. അത് ഖാദിയാനിയ. പിന്നെ സുബ്ഹാനല്ലാഹ്, നിങ്ങളറിയോ, അതാ മൗലവി, അലവി മൗലവി എവിടെ? മഞ്ചേരിയിൽ
ക്രിസ്ത്യാനി മൗലവിയാ, അച്ഛനാ മൗലവിയാ, ഓതുന്നത് ഖുർആനാ. എന്താ പറയുന്നത്? ക്രിസ്ത്യാനി മതമാണ് ശരിയെന്ന് ഖുർആനിലുണ്ട്. അത് അലവി മൗലവി മഞ്ചേരിയിലെ ഫത്വയാ. സുബ്ഹാനല്ലാഹ്. പിന്നെയോ എന്തെല്ലാം സാധനങ്ങളാ ഇറങ്ങുന്നു. കള്ളത്തരീക്കത്തുകാരനാ. പിന്നെ അത് പറയണ്ട. മുക്ക് കടല കച്ചവടം പോലെ ശൈഖന്മാരല്ലേ, കടല വിറ്റ് വാർത്ത് വിൽക്കുന്നവരെ പോലെ മുക്കിന് ശൈഖന്മാര്. എല്ലാരും ശൈഖ് തന്നെ. ശൈഖ് കുറഞ്ഞ പരിപാടിയൊന്നുമില്ല. എല്ലാരും തരീക്കത്ത് കൊടുക്കൽ തന്നെ. കുറെ ആള് ബാങ്ങലും കൊടുക്കലും ബാങ്ങലും. ഈ സാധുവിനറിയോ എന്താ ശൈഖ്? ഈ തരീക്കത്ത് വാങ്ങാൻ പോയി എന്ന് പറഞ്ഞവനറിയോ എന്താ തരീക്കത്ത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുറച്ച് ദിവസം കഴിഞ്ഞൊക്കെ മുരീദ് നിസ്കരിക്കുന്നില്ല. ശൈഖ് പണ്ഡിയൻ നിസ്കരിക്കലില്ല, മുരീദ് ഇപ്പം നിസ്കാരില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചേകനൂര് 3 നേരം 2 റകഅത്തെങ്കിലും ഉണ്ട്. കള്ള ശൈഖിനും മുരീദിനും തീരെ ഇല്ല. എന്തൊരു മുസീബത്താണിത്! ദീനിന് എന്തൊരു മുസീബത്താണ്! ഞാനിപ്പോൾ ദീർഘിപ്പിച്ച് പറയുന്നില്ല. ഓ സഹോദരന്മാരെ, ശൈഖന്മാർക്ക് മുഴുവനും ശൈഖായ ശൈഖുൽ മശാരിഖ് വൽ മഗാരിബ് ഗൗസുൽ അദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ഫത്ഹുർ റബ്ബാനി എന്ന കിതാബിൽ പറയുന്നു, ജനങ്ങളെ, ശൈഖാണെന്നും പറഞ്ഞ ആരെങ്കിലും രംഗത്ത് വരുമ്പോഴേക്ക് നിങ്ങൾ പോയി കൈപിടിക്കല്ല, നിങ്ങളവരെ പോയി ബൈഅത്ത് ചെയ്യല്ല, ഉടമ്പടിയാക്കല്ല. ഓരോറ്റ മനുഷ്യനും അള്ളാഹു കൽപ്പിച്ചത് ജീവിതത്തിൽ എടുക്കാതെ, അള്ളാഹ് വിരോധിച്ചത് കൈയൊഴിക്കാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധ്യമല്ല. ഫർളും സുന്നത്തുമായ അമലെടുക്കാതെ ശൈഖാകാൻ സാധ്യമല്ല, മുരീദാകാൻ സാധ്യമല്ല. ഹറാം കൈയൊഴിക്കാതെ ശൈഖും മുരീദുമില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ചില കള്ള ശൈഖന്മാര് പെണ്ണുങ്ങൾ കൈപിടിക്കുന്നു, പെണ്ണുങ്ങളെ നോക്കുന്നു, താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കൊണ്ട് കാല് പിടിച്ച് ഞെക്കിക്കുന്നു, അവരുടെ കൂടെ കിടക്കുന്നു. എടോ, നിന്റെ മനസ്സ് മുഴുവനും തീ, ശൈത്താന്റെ തീ. ആ തീയില് ഈ ശൈഖാണ് മുരീദാണെന്നും പറഞ്ഞ് അന്യപെണ്ണിന്റെ കയ്യും പിടിച്ച് തീന്റെ മേലെ തീയാക്കിയിട്ട് ഈമാം കെടുത്തിയില്ലടാ. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഗൗരവത്തോടെ ചോദിക്കുന്നു, എടോ, നിന്റെ ദീന് ശൈഖാണെന്നും പറഞ്ഞ് മുരീദാണെന്നും പറഞ്ഞ് നീ നശിപ്പിക്കുന്നത് എന്തിനാണ്? നിനക്ക് മുരീദന്മാരെ വഴിയിൽ വരണോ, ശൈഖന്മാരെ വഴിയിൽ വരണോ? അലൈക്കും ബിലുസൂമിൽ മസാജിദി വകസറത്തി സ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ പള്ളികളിൽ പോയി ധാരാളം ഇരുന്നോ, നീ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ, ഫർളായ അമലൊക്കെ എടുത്തോ, സുന്നത്തൊക്കെ മുറുകെ പിടിച്ചോ, ഹറാമ് കൈയൊഴിച്ചോ, കറാഹത്ത് കൈയൊഴിച്ചോ. അല്ലാഹ് നിന്നെ പ്രിയം വെക്കും. നീ അല്ലാഹ് നിന്നെ പ്രിയം വെച്ചാൽ നിനക്ക് പല പവറും അല്ലാഹ് തരും. അതിന് നീ റബ്ബിന്റെ ഖുർആനും ഹദീസും പഠിപ്പിച്ചതനുസരിച്ച് മുൻഗാമികളെ പിന്തുടർന്ന് ജീവിച്ചോ. നീ മരണത്തെ ധാരാളം ഓർമ്മിച്ചോ. നീ പണത്തിന് വില കൽപ്പിക്കല്ല, അധികാരത്തിന് വില കൽപ്പിക്കല്ല, നിന്നെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല, ജനങ്ങൾ നിന്നെ ബഹുമാനിക്കണമെന്ന് ആലോചിക്കല്ല. നീ മറ്റുള്ളവരെ മുമ്പിൽ താഴ്മയോടെ ജീവിച്ചോ. ഞാൻ പലപ്പോഴും രാത്രി സമയത്ത് എഴുന്നേറ്റിരുന്ന് എന്റെ മരണത്തിന്റെ സന്ദർഭം ഓർത്ത് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് മക്കളെ. എങ്ങനെയുണ്ട് അത്? ഇത് ആരെക്കുറിച്ചാ? ആരെക്കുറിച്ചാ? തരീക്കത്ത് കൊണ്ടുവരുന്നു. ഓരോരുത്തരും തങ്ങന്മാര്, ഓരോരുത്തരും ആളാകണം, ഓരോരുത്തരും അക്കൗണ്ട് സ്വന്തം കിട്ടണം, സ്വന്തം അക്കൗണ്ട് തുറന്നു കിട്ടണം. മറ്റവന്റെ അക്കൗണ്ടിൽ പോയി ചേരാൻ പറ്റൂല. അതുകൊണ്ട് സ്വന്തം തരീക്ക് തുറക്കുക. അവസാനം പറയാ കടല കച്ചവടം പോലല്ലേ. ആരാ ചോദിച്ചത്? പേരോടല്ലേ ചോദിച്ചത്? കണ്ടു പറ, ഇവനൊന്നും തരീക്കത്തും അല്ല, ശൈഖും അല്ല, തരീക്കത്തും അല്ല, ശൈഖും അല്ല. പിന്നെ സ്വഭാവം പേരിക്കുക. അതൊക്കെ ഓരോരുത്തർ യോജിച്ചാൽ നിങ്ങൾ തെരഞ്ഞെടുത്തോ.
യോജിച്ച് കുറെ പറഞ്ഞല്ലോ. ഈ ശൈഖന്മാരുടെ സ്വഭാവത്തെ പറ്റി ഓരോന്ന് പറഞ്ഞല്ലോ. ചിലർ കൈ പിടിച്ച് മുത്തണു, വേറെ ചില ആൾക്കാരോ പെണ്ണുങ്ങളുടെ കൈ പിടിക്കണു, വേറെ ചില ആൾക്കാരോ കുട്ടികളെ കൊണ്ട് നടക്കണു, അങ്ങനെ ഓരോന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിലേതാ വേണ്ടത് സെലക്ട് ചെയ്ത് നിങ്ങൾ എടുത്തോ. യോജിക്കണത് ഈ നിലക്ക് സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലുള്ള ഈ കള്ളത്തങ്ങളും അതുപോലെ തന്നെ കള്ള ശൈഖും അതുപോലെ കള്ളത്തരീക്കത്തും സുലഭമായി നടക്കുമ്പോ ഇവരടക്കം പറയുന്നു. എന്നിട്ടും സാധാരണക്കാരന്റെ മുഖത്ത് നോക്കിയിട്ട് ചില ആൾക്കാർ വരട്ടുകയാണ്. മിണ്ടാൻ പാടില്ല, ആയിക്കോട്ടെ, ദീൻ പൊളിക്കണോ പൊളിച്ചോട്ടെ, അത് അഹ്ലുബൈത്തിന്റെ പേരിൽ ആയിക്കോട്ടെ. അഹ്ലുബൈത്തിന്റെ പേരിൽ നിലകൊള്ളുന്ന ഒരുത്തിന് ചെയ്യാൻ പറ്റോ? മുഹമ്മദ് നബി ദീൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം പല്ലു കൊടുത്തു ഇല്ലേ? പ്രവാചകന്റെ നെറ്റ് മുറിഞ്ഞു ഇല്ലേ? പ്രവാചകൻ യുദ്ധം ചെയ്യേണ്ടി വന്നു ഇല്ലേ? ബിലാലും അമ്മാറും യാസിറും ഹുബൈബും ഹബ്ബാബും സ്വന്തം ജീവിതം തയ്യാറായില്ലേ? എന്നാൽ ഈ രൂപത്തില് ഈ ദീനുൽ ഇസ്ലാമിന് വേണ്ടി കഷ്ടപ്പെട്ട ആളുകളുടെ കുടുംബത്തിന്റെ പാരമ്പര്യം പറഞ്ഞു വന്നിട്ട് ഈ ദീൻ ഒരിടത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങുന്നു എന്ന് വരുമ്പോ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, നാം ചിന്തിക്കണം, എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതിനെതിരെ മിണ്ടണ്ടാന്നാ, ഇതിനെതിരെ പറയണ്ടാന്നാ? അപ്പൊ പറഞ്ഞതോ ചെയ്യുന്നുണ്ടോന്ന് വേറെ കാര്യ, പറയണൊന്നും ചെയ്യാറില്ല, അത് വേറെ കാര്യ. കാര്യം എന്താ? ഇപ്പൊ പറഞ്ഞില്ലേ, ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിസ്കരിക്കണം, അല്ലാത്തൊരു ഷെയ്ഖ് ആകാൻ പറ്റൂല, നിസ്കരിക്കാത്തൊരു ഷെയ്ഖ് ആകാൻ പറ്റൂല. എന്നാൽ ഇവര് തന്നെ എഴുതിവിടും. കണ്ടോ, തരീക്കത്ത് ചില വസ്തുതകൾ എന്ന് പറയുന്ന ഈ ലേഖനത്തില് സത്യധാര 2005 ജനുവരിയിൽ എഴുതിവിട്ടെന്നറിയോ? മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് നിസ്കരിക്കാറില്ലായിരുന്നു, പള്ളിയിൽ വരാറില്ലായിരുന്നു. അപ്പൊ അവസാനം ചോദിച്ചു മൂപ്പരോട്, എന്താ വെച്ചാൽ ഗൗസുൽ ആദം അബ്ദുൽ ഖാദർ ജീലാനി തന്റെ ജീവിത കാലഘട്ടത്തിൽ വിവാദം എടുത്തു. ജീലാനി നിസ്കരിക്കാൻ പള്ളിയിൽ കാണാറേയില്ല. ഗൗസുൽ ആദമിന്റെ ശരീഅത്ത് വിരുദ്ധ നടപടിയിൽ പണ്ഡിതന്മാർ പോലും പ്രതിഷേധിച്ചപ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: ഞാൻ നിസ്കാരം ഒഴിവാക്കുന്നവനാണെന്ന് അവർ കുറ്റപ്പെടുത്തുന്നു, യഥാർത്ഥത്തിൽ ഞാൻ മക്കയിൽ നിസ്കരിച്ചെന്ന് അവരറിയുന്നില്ല. ഫുതൂഹുൽ ഗൈബ് 188. കണ്ടോ, ഇത് അറബിയിൽ എഴുതി കൊടുത്തു. മുഹീദ്ദീൻ ഷെയ്ഖ് നിസ്കരിക്കാറില്ല, പള്ളി വരാറില്ല. എന്ത് യഖൂലൂലി മഹാദാ തറക്ത സ്വലാതക വലം യഅലമു അന്നി ഉസല്ലി ബിമക്കത. അവര് പറയുന്നു എന്നെ കുറിച്ച്, എന്താ പറയുന്നത്? ഞാനിതാ നമസ്കാരം ഉപേക്ഷിക്കുന്നവരാണെന്ന് അവരെന്നെ കുറിച്ച് പറയുന്നു. പക്ഷേ വലം യഅലമു അന്നി ഉസല്ലി ബിമക്കത, ഞാനങ്ങ് മക്കയിൽ നമസ്കരിക്കുന്ന വിവരം അവരുണ്ടോ അറിയുന്നു. അപ്പൊ മുഹീദ്ദീൻ ഷെയ്ഖ് എപ്പോഴും ബാങ്ക് വിളിക്കുമ്പോൾ മക്കത്തേക്ക് പറക്കുന്നതാണ്. എന്നിട്ട് അവിടെ പോയി നിസ്കരിച്ചിരുന്നത്. അതുകൊണ്ട് നാട്ടിൽ നിസ്കരിക്കണ ആരും കണ്ടിട്ടില്ല എന്ന് ഇവർ തന്നെ ലേഖനം എഴുതി വിടാൻ. ഔലിയാക്കന്മാരൊക്കെ അങ്ങനെയാണെന്നും പറഞ്ഞു വെക്കുന്നുണ്ട് വേറൊരു വശത്തുകൂടി. അപ്പൊ ഔലിയാക്കന്മാർ നിസ്കരിക്കാത്തവരുണ്ടെന്ന് വാദിക്കും വേറെ വശത്തുകൂടി. എന്നാൽ ഇപ്പോൾ നോക്കൂ, തരീക്കത്തിന്റെ പ്രശ്നം സമസ്തയിൽ ഉടലെടുത്തപ്പോ തങ്ങന്മാർക്കെതിരെ പരസ്യമായി പറഞ്ഞ വാചകമാണിത് അല്ലേ? തരീക്കത്തിന്റെ ശൈഖന്മാർക്കെതിരെ പരസ്യമായി പറഞ്ഞ വാചകമാണ്. കടല കച്ചവടം പോലെ കച്ചവടം ചെയ്യാനുള്ളതല്ല, അള്ളാഹുവിന്റെ മതം എന്നാ പറഞ്ഞത്. എന്നിട്ട് അവസാനം കുറെ ഉപദേശം. എന്താ ഉപദേശം? നീ മറ്റുള്ളവന്റെ കൈ പിടിക്കണ്ട, മറ്റുള്ളവർ നിന്റെ കൈ പിടിച്ച് പുത്രമെന്ന് നീ ആഗ്രഹിക്കണ്ട, നീ സമ്പത്ത് കൊതിക്കണ്ട എന്ന് പറഞ്ഞ കുറെ ഉപദേശം. പക്ഷെ ഉപദേശം കഴിഞ്ഞ് വേറെടുത്ത് എന്നാലോ നേരെ ഓപ്പോസിറ്റാ. ഉണ്ടോ, ഇവിടെ മറ്റുള്ളവൻ കൈ പിടിച്ച് മുത്തണ്ട, സമ്പത്ത് കൊതിക്കണ്ട എന്നൊക്കെ പറഞ്ഞ ആള് വേറെടുത്ത് എന്നപ്പോ മൂപ്പര് കാണിക്കണ അഭിപ്രായം എന്താ വെച്ച് നോക്കും. അവരുടെ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കൊല്ലത്തെ നമ്മുടെ സ്ഥാപനമായ ദശവാർഷികം നടത്താൻ ഇപ്പോഴുണ്ട്. അതിലൊക്കെ നിങ്ങൾ പ്രവർത്തകന്മാരാക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. പ്രചരിപ്പിക്കണം. നമ്മുടെ സെക്രട്ടറി ഉണ്ടാക്കി കുറച്ച് കസേര വൈകുന്ന കണ്ടാൽ സഹോദരങ്ങളെ ആണോ, കുഞ്ഞതൊക്കെ ബക്കറ്റിലേക്ക്, വലിയതൊക്കെ പോക്കറ്റിലേക്ക് ആണോ. അപ്പൊ നിങ്ങൾ നോക്ക്, സമ്പത്ത് കൊതിക്കണ്ട, കൈപിടിച്ച് പുത്രമൊന്നും ആഗ്രഹിക്കണ്ട, കോലം തിരുവാ, എല്ലാം കോലം തിരുവാ. എന്നിട്ട് എന്തിരിക്ക, ദീൻ എങ്ങനെ വിൽക്കാവോ ആ തലത്തിൽ വിൽക്കുക. ഓരോന്നും ഓരോ സൈഡിൽ നിന്നിട്ടാ, ഓരോന്നും ഓരോ സൈഡിൽ നിന്നിട്ട് എന്തിരിക്ക, ദീൻ വിറ്റിട്ട് പൈസ ഉണ്ടാക്കുക. തങ്ങൾ പേര് പറഞ്ഞ്, അഹ്ലുബൈത്തിന്റെ പേര് പറഞ്ഞ് വിരിക്കാൻ പറ്റുന്നത് അങ്ങനെ വിരിക്കുക. മറ്റെന്തെങ്കിലും അവന് തെറി പറഞ്ഞിട്ട് വിരിക്കാൻ പറ്റുന്നത് അങ്ങനെ വിരിക്കുക. ഉണ്ടോ, ഓരോന്നും ദീൻ വിറ്റിട്ട് പൈസ ഉണ്ടാക്കുക. അതാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. മൊത്തത്തില് തട്ടിപ്പ് അള്ളാന്റെ മതത്തിന്റെ പേരില്
ഇത് പറഞ്ഞാ പ്രശ്നമായി, പറഞ്ഞാ കുറ്റായി. ഇല്ലടോ നിങ്ങൾ പൊളിച്ചോ ഒരിടത്ത് നിന്ന്, ഞങ്ങൾ മിണ്ടായിരിക്ക. ഹോ എന്ത് സന്തോഷ, നിങ്ങൾ ഒരിടത്ത് നിന്ന് പൊളിക്ക, നമ്മളിങ്ങനെ മിണ്ടായിരിക്ക, ഭയങ്കര സന്തോഷ. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്ന ജിഹാദ് എന്താ? നബി പറഞ്ഞില്ലേ, മൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ. ഈ മാതിരി തിന്മ അള്ളാന്റെ മതത്തിന്റെ പേരിൽ നടത്തുമ്പോ കൈകൊണ്ട് ജിഹാദ് ചെയ്യാൻ പറ്റുന്നവരുണ്ടോ അവനാണ് മുഅ്മിൻ. അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലോ വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ. നാവ് കൊണ്ട് ജിഹാദ് ചെയ്യുന്നുണ്ടോ അവനാണ് മുഅ്മിൻ. മുജാഹിദുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ജിഹാദ് ഇന്ത്യ രാജ്യത്ത് അതാണ്. അതുകൊണ്ട് മുജാഹിദുകൾ ആ ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കണം. ആർക്ക് വെറുപ്പുണ്ടായാലും വിരോധം ഉണ്ടായാലും വേണ്ടില്ല, അല്ലേ? ഇന്നിങ്ങനെ വന്ന് അവസാനം തങ്ങള് അഹ്ലുബൈത്ത് പേര് പറഞ്ഞ അവസാനം എന്തായി? അഹ്ലുബൈത്തിന്റെ പേര് പറഞ്ഞ്, തങ്ങൾ കുടുംബത്തിന്റെ പേര് പറഞ്ഞ്, നബി കുടുംബത്തിന്റെ പേര് പറഞ്ഞ് അവസാനം സലാത്ത് കച്ചവടം, സ്വലാത്ത് പോലും കച്ചവടം ചെയ്യാൻ തുടങ്ങി. നാട് നീളെ മുക്കിന് സ്വലാത്ത് കച്ചവടം തുടങ്ങി, അല്ലേ? ഉള്ളതും ഇല്ലാത്തതുമായ തങ്ങന്മാരെ ഇറക്കിയിട്ടും ചിലടത്ത് കുത്തുബിയത്ത് കച്ചവടം, ചിലടത്ത് ഹജ്ജ് കച്ചവടം, വേറെ ചിലത്ത് സക്കാത്ത് കച്ചവടം, വേറെ ചിലത്ത് നമസ്കാര കച്ചവടം, അങ്ങനെ ഓരോന്നും കച്ചവടം ചെയ്യുക. എവിടെ എന്താണ് മുതലാവുക അല്ലെങ്കിൽ ചെലവാകുക അതിനനുസരിച്ചാ കച്ചവടം. ചിലടത്ത് കുത്തുബിയത്ത് ചെലവാവുള്ളൂ, അവിടെ കുത്തുബിയത്ത് കച്ചവടം ചെയ്യും. വേറെ ചിലടത്തോ ഹജ്ജ് അത് കച്ചവടം ചെയ്യാൻ പറ്റും, അത് അവിടെ ഹജ്ജ് അവിടെ കച്ചവടം ചെയ്യും. അതുപോലെ തന്നെ ഇപ്പുറത്ത് നമസ്കാരം കച്ചവടം ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ നമസ്കാരം കച്ചവടം ചെയ്യും. ഇപ്പുറത്ത് ഖുർആൻ കച്ചവടം ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ ഖുർആൻ കച്ചവടം ചെയ്യും. അതുപോലെ സലാത്ത് കച്ചവടം ചെയ്യാൻ പറ്റുന്നിടത്ത് സലാത്ത് കച്ചവടം ചെയ്യും, അല്ലേ? അവസാനം ഈ നാട് നീളെ എവിടെന്നെങ്കിലും ഒരുത്തരെ കൊണ്ടുവരിക, എന്നിട്ട് എന്തിരിക്കുക ഒരു സലാത്ത് നഗർ, സ്വലാത്ത് നഗർ. എന്നിട്ട് നിങ്ങൾക്കറിയോ അഹ്ലുബൈത്തിന്റെ പേര് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്, തങ്ങൾ കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. എന്താ ചെയ്യണത്? അവസാനം ചെന്നിട്ട് അതായത് വിശുദ്ധ റമദാനില് നേരത്തെ പറഞ്ഞില്ലേ, കാസിമി പറഞ്ഞില്ലേ, അതേ റമദാനിലുള്ള കറാമത്ത് വിൽക്കണിടം, ആ അവിടേക്ക് ചെവി കേൾക്കാത്ത ആളെ കൊണ്ടുപോട്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ മിണ്ടിയില്ല എന്ന് പറഞ്ഞില്ലേ, ആ കേന്ദ്രം ഇല്ലേ, അത് നമുക്കറിയാം സ്വലാത്ത് നഗറുകൾ ഉണ്ടാക്കുന്നു. ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിയിട്ടുണ്ട് അവിടെ സ്വലാത്ത് നഗർ. എന്നിട്ട് അവിടെയും കാണും ഒരു തങ്ങള്, അവിടെയും കാണും മുന്നിൽ ഇന്ന ആള്, ഇന്ന തങ്ങൾ, ഇന്ന ആള്, അൽ ബുഖാരി, അൽ ബുഖാരി, അൽ തങ്ങൾ എന്നൊക്കെ പറഞ്ഞൊരു വലിയ തങ്ങള്, കുരിക്കുഴി തങ്ങൾ, കടലുണ്ടി തങ്ങൾ, അങ്ങനെ വലിയ തങ്ങന്മാരെ ഒരാൾ ഇങ്ങനെ ഉണ്ടാവും. ഉള്ളാള് തങ്ങൾ, മൂപ്പര് മാത്രം ഉള്ളാളുള്ള, ബാക്കിയുള്ളൊക്കെ ഇല്ലാത്ത ആൾക്കാരാ. അപ്പൊ ഉള്ളാള് തങ്ങൾ, അപ്പൊ ഇല്ലാത്ത തങ്ങള്, അങ്ങനെ കുരിക്കുഴി തങ്ങൾ, ഓരോ തങ്ങന്മാരുടെ പേര് വന്നിട്ട് ഈ കച്ചവടം. അതെ ഞാൻ പറഞ്ഞില്ലേ, വിശുദ്ധ റമദാനിലെ 27 രാവിന് പോലും ഈ കച്ചവടം നടക്കുക. ഏത് സാധാരണക്കാരൻ അറിയാത്തത്? റമദാനിലെ 27 രാവ് വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ആ അവസാനത്തെ 10 പള്ളിയിൽ എഴുത്തിക്കാതിരിക്കേണ്ട സമയമാണ്. എല്ലാവരും അറിയുന്ന കാര്യമില്ലേ അത്? ചെറുപ്പം മുതൽ നമ്മൾ പഠിച്ചല്ലേ, അള്ളാന്റെ മതല്ലേ, സംശയമുണ്ടോ? ഇല്ല. പക്ഷേ പള്ളിയിൽ എഴുത്തിക്കാതിരിക്കാൻ പറഞ്ഞ റമദാനിലെ അവസാനത്തെ 10 പോലും പ്രവാചക കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ട് ഉദരം വീർപ്പിക്കാൻ നടക്കുന്ന ചില തങ്ങന്മാരും അതുപോലെ തന്നെ ശൈഖന്മാരും ഒക്കെ ജനങ്ങളെ വിളിക്കാണ് പാടത്തേക്ക്, കട്ടപ്പാടത്തേക്ക്. റമദാനിൽ പള്ളിയിലിരിക്കേണ്ട സമയത്ത് വരാ, ഇങ്ങോട്ട് വാ എന്നിട്ട് സലാത്ത് നഗർ ഉണ്ടോ? ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ കണ്ടോളൂ. 27 രാവിന് സംഘടിപ്പിക്കപ്പെട്ട സലാത്ത് നഗറിനെ കുറിച്ചൊരു വാർത്ത. വിശുദ്ധ റംസാനിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമങ്ങളിലൊന്നാണ് സ്വാലത്ത് സമ്മേളനം. മദീനു സഖാഫത്ത് ഇസ്ലാമിക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രാർത്ഥനാ സമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ആയിരം രാവുകളേക്കാൾ പുണ്യമുള്ള രാവാണ് റംസാനിലെ 27-ാം രാവ് എന്നാണ് വിശ്വാസം. പാപമോചനത്തിനും ലോകസമാധാനത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് സ്വാലത്ത് സമ്മേളനത്തിൽ നടന്നത്. സമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ അധ്യക്ഷൻ താജുൽ ഉലമ സയ്യിദ് അബ്ദുൾ റഹിമാൻ അൽ ബുഖാരി ഉള്ളാൾ ഉദ്ഘാടനം ചെയ്തു. മഅദീൻ ചെയർമാൻ സയ്യിദ് ഇക്രാഹിമുൽ ഖുലീലുൽ ഇബുഖാരി മുഖ്യപ്രഭാഷണം നടത്തി. അമൃത ന്യൂസ് മലതരങ്ങളെ. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, 27 രാവിനാണ്. ഇവർ അഹ്ലുബൈത്തിൽ എങ്ങനെ അഹ്ലുബൈത്ത് എന്ന് പറയും? എങ്ങനെ ഇവർ അഹ്ലുബൈത്തിൽ അംഗത്വം കിട്ടിയത്? അഹ്ലുബൈത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ എന്താ ഉള്ളത് ഇവർക്ക്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 27 രാവിലെ എന്താ ചെയ്തത്? റമദാനില് മുണ്ട് മുറുക്കി കൊടുത്ത് കുടുംബക്കാരൊക്കെ വിളിക്കും, എണീക്കണോ, എല്ലാരും എണീക്കണോ, പള്ളിയിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ വരുത്തും അല്ലേ? ആ പ്രവാചകന്റെ പാരമ്പര്യം, കുടുംബ പാരമ്പര്യം അവകാശപ്പെട്ട് വന്നിട്ട് റമദാനിൽ കട്ടപ്പാടത്തേക്ക് വിളിക്കുക. എന്നിട്ട് സജീവ പിരിവ്, ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ
സജീവമായിട്ട് പിരിക്കുക, വഖഫ് ചെയ്യിക്കുക, സ്ഥലം വഖഫ് ചെയ്യിക്കുക. നിങ്ങളിരിക്കുന്ന സ്ഥലം സ്വർഗമാണ് എന്ന് വിശ്വസിപ്പിക്കുക. കാരണം തങ്ങളല്ലേ, അഹ്ലു ബൈത്തല്ലേ പറയുന്നത്. അപ്പൊ സാധാരണക്കാരൻ വിചാരിക്കും ഉസ്താദ് പറഞ്ഞല്ലേ, തങ്ങൾ പറഞ്ഞല്ലേ ശരിയാണ്, നിങ്ങൾ സ്വർഗത്തിലെ കട്ടണം, അതുകൊണ്ട് സ്വർഗം ഇവിടുന്ന് മേടിച്ചിടണം. ഈ സലാത്തിന്റെ നഗറ് ഇത്ര ഏക്കർ വാങ്ങിയാൽ സ്വർഗത്തിൽ ഇത്ര ഏക്കർ കിട്ടുണ്ടോ? അങ്ങനെ സലാത്ത് നഗർ വഖഫ് ചെയ്യിക്കുക. അപ്പൊ ഒരാൾ എണീറ്റിട്ട് 2 ഏക്കർ, ആകപ്പാട്ട് 2 ഏക്കർ ഉണ്ടാവുള്ളൂ. ആ 2 ഏക്കർ അയാൾ വഖഫ് ചെയ്യും. അപ്പൊ വേർത്തം വന്നിട്ട് പറയും ഞാൻ 1 ഏക്കർ വഖഫ് ചെയ്തിരിക്കുന്നു. വേർത്തം പറയും ഞാൻ 50 സെന്റ് വഖഫ് ചെയ്തിരിക്കുന്നു. വേറെ കുറെ ആൾക്കാർ 25 സെന്റ് വഖഫ് ചെയ്തിരിക്കുന്നു. അത് വേറെ കുറെ ആൾക്കാർ 10 സെന്റ് വഖഫ് ചെയ്തിരിക്കുന്നു. വേറെ കുറെ ആൾക്കാർ പറയും 1 സെന്റ് വഖഫ് ചെയ്തിരിക്കുന്നു. വേറെ കുറെ ആൾക്കാർ പറയും 1/2 സെന്റ് വഖഫ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഓരോ കാറ്റഗറിയാണ്. അവസാനം എന്തെടുക്കുന്നറിയോ, ചില സാധുക്കൾ ഉണ്ടാവും, എന്ത് 1/2 സെന്റും ഇല്ല 1 സെന്റും കൊടുക്കാനില്ലാത്ത കുറെ സാധുക്കൾ. അവരോട് പറയും നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ആ ഇരിക്കണ അത്ര ഉണ്ടല്ലോ അത്രയും സ്ഥലം വഖഫ് ചെയ്താൽ മതി, അതിന് 350 രൂപ ഉള്ളൂ. ആ സാധുവിന്റെ പോക്കറ്റിൽ കേടും. അവസാനം നോക്കുമ്പോ ആദ്യം തന്നെ 2 ഏക്കർ വഖഫ് ചെയ്ത് കഴിഞ്ഞു, 2 ഏക്കർ സ്ഥലമുള്ളൂ. പിന്നെ എങ്ങനെ വഖഫ് ചെയ്യും? മാത്രമല്ല ഇത് ഇവന്റെ വാപ്പാന്റെ സ്വത്താ വഖഫ് ചെയ്യാൻ അല്ല, പിന്നെയോ ഇത് വല്ലോല്ലേ സ്വത്താണ്. പിന്നെ അങ്ങനെ വഖഫ് ചെയ്യും ഉസ്താദെ, അതിനൊരു മറുമരുന്ന് പറഞ്ഞൊരു ആ പൈസ ഇങ്ങ് തന്നാൽ മതി, 3 ലക്ഷം രൂപ ആണോ, ഇത്ര ഏക്കർ 3 ലക്ഷം രൂപ അതിങ്ങ് തന്നാൽ മതി, വഖഫായി ഉണ്ടോ. അപ്പൊ 2 ഏക്കർ ആദ്യം തന്നെ വഖഫ് ചെയ്യുമ്പോ അതിന്റെ പുറത്തെന്ത് ചെയ്യും? പിന്നെ വഖഫ് ചെയ്യണല്ലോ. അപ്പൊ 1 ലക്ഷം കൊടുക്കണല്ലോ. പിന്നെ 1 ഏക്കർ വഖഫ് ചെയ്യണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? 2 ഏക്കറിലേ ആകെയുള്ളൂ. അത് വഖഫിന്റെ പുറത്ത് വഖഫ്, നേരത്തെ വഖഫ് അതിന്റെ പുറത്ത് അടുത്ത് വഖഫ്. അങ്ങനെ വഖഫ് ഇങ്ങനെ കയറി മല പോലെ പിരമിഡ് പോലെ അവസാനം കുഞ്ഞു വഖഫ് 350 കുഞ്ഞു വഖഫ്. ഈ ജാതി തട്ടിപ്പ് അല്ലെ അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞ് നടത്തുന്നത്. വിശുദ്ധ റമദാൻ 27 രാവിന് ഇവർ അള്ളാനെ പേടിച്ചിട്ട് പിന്നെ ആരാ ലോകത്ത് അള്ളാനെ പേടിക്കുക? ഇവരല്ലേ മാതൃക കാണിക്കേണ്ട സമുദായമല്ലേ, സമൂഹമല്ലേ? എന്ത് ഈ ജാതി തട്ടിപ്പെടുത്ത? അപ്പൊ ഇവിടെ ഒരുത്ത് നടത്തുമ്പോ വേറൊരു തങ്ങൾ അപ്പുറത്ത് കൊണ്ടുവന്നിട്ട് അവൻ നടത്തുക. അപ്പൊ ഇപ്പുറത്ത് വേറെ തങ്ങളുടെ നേതൃത്വത്തിൽ അത് വേറെ ഉണ്ടോ? സലാത്തിന്റെ പേരിൽ, നബിയുടെ സലാത്തിന്റെ പേര് പറഞ്ഞ തട്ടിപ്പ് അവസാനം ഈ കോലത്തിലായി അല്ലെ. ആദ്യം ഒരു സലാത്ത് അവിടെ, വേറെ സലാത്ത് ഇവിടെ. അത് കണ്ടപ്പോ അവൻ പൈസ ഉണ്ടാക്കണപ്പോ വേർത്തെ ചിന്തിച്ചടാ, അങ്ങനെ നീ ഒറ്റക്ക് കൈയിട്ട് വരണ്ട, ഞാൻ ഇപ്പുറത്ത് വേറൊന്നും തുടങ്ങും. അങ്ങനെ ഒരു തങ്ങളെ സംഘടിപ്പിച്ച് അവിടെ വന്നു, രണ്ടാമത് ഇവിടെ തുടങ്ങി. അപ്പൊ ഇത് കണ്ടപ്പോ അങ്ങനെ 2 പേരും കൂടി ഈ പിന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും പോലെ അത് പറ്റൂല, നമ്മൾ ഇപ്പുറത്തൊരു 3-ാം മുന്നണി ഉണ്ടാക്കുന്നത്, ഇപ്പുറത്ത് അടുപ്പും കുറ്റി പോലെ 3-ാമത്തെ ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ വേറെ തങ്ങളെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞില്ല ഉള്ളാൾ തങ്ങള്, ബാക്കികളൊക്കെ ഇല്ലാത്ത തങ്ങളല്ലേ. അങ്ങനെ ഉള്ളാൾ തങ്ങളെ തന്നെ കൊണ്ടുവന്നു. ഉള്ളാൾ തങ്ങൾ വന്നിട്ട് എന്താ പറഞ്ഞറിയോ? നിങ്ങൾ ആ പറഞ്ഞ വാചകം നിങ്ങളൊന്ന് കേൾക്കുക. ഈ മജ്‌ലിസിന്റെ ഹുർമത്ത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മേലുള്ള സലാത്തിന്റെ ഫളായിൽ പറയുന്നതിനാണോ? അത് നമ്മൾ പറഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ അനുഭവമല്ലേ. ഇപ്പൊ എല്ലാവരും തുടങ്ങിയത് സലാത്ത് ഖരീദ് ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ട് സലാത്ത് വേണം തുടങ്ങി വെച്ചപ്പോൾ സർവ്വ ആളുകൾക്കും വേണം സലാത്ത്. സുബ്ഹാനല്ലാഹ്. എല്ലാവരും ആഴ്ചക്കാഴ്ചക്ക് സലാത്ത് കേട്ടാ നിങ്ങളെ റിയായിന്റെ സലാത്ത് അള്ളാഹ് സ്വീകരിക്കില്ല കേട്ടോ. പിന്നെ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ട് സലാത്ത് ചെയ്ത് അപ്പം അനുഭവിക്കും, സംശയമൊന്നുമില്ല. സഹോദരങ്ങളെ കണ്ടോ, കലയിൽ ഞങ്ങൾ ബുദ്ധിമുട്ടിയുടെ സലാത്ത് ഉണ്ടാക്കി. അപ്പൊ എല്ലാവർക്കും വേണം സലാത്ത്, സലാത്തോട് സലാത്ത്, ആഴ്ചക്കാഴ്ചക്ക് സലാത്ത്. എന്താ ഇവൻ പേറ്റലെടുത്ത സലാത്ത്? വേറെ ആർക്കും ഇവിടെ സലാത്തിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ പേറ്റുണ്ട്. കാര്യം എന്താ? വേറൊന്നുമില്ല, ആളുകൾ സലാത്തിയിരുന്നതിലല്ല വിഷമം. കാരണം ഇവിടെ ആള് പറഞ്ഞ അപ്പുറത്തേക്കും ആള് പോകുമ്പോ വരുമാനം കുറയല്ലോ. അപ്പൊ പറയാ വിഷമത്തോടെ എന്ത്, ഇപ്പൊ എല്ലാരും തുടങ്ങിയിരിക്കണം സലാത്തോട് സലാത്ത്. എന്റെ ഒന്നും സലാത്ത് അള്ളാഹ് സ്വീകരിക്കൂലടാ. ഇതെന്താ പേറ്റിന്റെ? എന്ത് മനുഷ്യന്മാരെ നമ്മൾ ആലോചിച്ച് നോക്കണം. ഇവരൊക്കെ അഹ്ലു ബൈത്ത് എന്ന് പറയാന്നാണല്ലേ ഈ സമുദായത്തിന്? ഇങ്ങനെയാണോ അഹ്ലു ബൈത്ത് ചെയ്യേണ്ടത്? ഇതാണോ തങ്ങൾ കുടുംബം എന്ന് പറഞ്ഞാൽ? ഈ സമുദായത്തോട് ഈ ദീനിനോട് ചെയ്യുന്ന ദ്രോഹം ചെറുതാണോ? നിങ്ങൾ ആലോചിക്കണം, ചിന്തിക്കണം. അഹ്ലു ബൈത്ത് എന്ന് പേരും പറഞ്ഞു നടക്കണം, അഹ്ലു ബൈത്ത് ആവൂല. അതിന് തെളിവ് ഞാൻ അവസാനം പറഞ്ഞുതരാം. അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞു നടന്നോനെ അഹ്ലു ബൈത്തിൽ പെടൂല. ഖുർആൻ പഠിപ്പിച്ചാണത്, മനസ്സിലായില്ലേ? ദീനനുസരിച്ച് ജീവിക്കണം. അഹ്ലു ബൈത്തിന്റെ 1-ാമത്തെ യോഗ്യത അതാ നബി കുടുംബത്തെ വിളിച്ച് നബി പറഞ്ഞു കൊടുത്ത, മോളെ ഫാത്തിമ, യാ അംനത സഫിയ, അതുപോലെ യാ അബ്ദുമനാഫ്, പിന്നെ അബ്ദുമനാഫ്, യാ അബ്ബാസ്, ഓരോരുത്തരെ വിളിച്ച് റസൂലുള്ളാഹ് ഉപദേശിക്കുന്നത് ദീൻ അനുസരിച്ച് ജീവിക്കണം, ദീനിന് വേണ്ടി നിലകൊള്ളണം, ദീനിന് വേണ്ടി വാദിക്കണം, ദീൻ അടിസ്ഥാന തത്വമായി മനസ്സിലാക്കണം, അതിന്റെ വാഗ്ദാക്കളും പ്രയോക്താക്കളുമാകണം. ഇല്ലെങ്കിൽ അബൂജഹൽ നബിയുടെ കുടുംബക്കാരനല്ലേ? അബൂജഹൽ ആരാ? നബിയുടെ കുടുംബക്കാരനല്ലേ? അബൂ ലഹബാരാ? നബിയുടെ കുടുംബക്കാരനല്ലേ? നബിയുടെ അളാപ്പയല്ലേ? പക്ഷെ എന്താ പ്രയോജനം? അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞു വന്നാല് കുത്തൂലെ മുഖത്ത് പിടിച്ചിട്ട്. അബൂജഹൽ പറയാം ഞാൻ അഹ്ലു ബൈത്താണ്, ഞാനും പോകുന്നു പറഞ്ഞാൽ.
അബൂലഹബ് വന്നിട്ട് ഞാനും ആലുബൈത്താണ്, ഞാനും അഹ്ലുബൈത്താന്ന് പറഞ്ഞാൽ യോഗ്യത ഉണ്ടോ? ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ ദീനിന്റെ യഥാർത്ഥമായ അടിസ്ഥാനപരമായ തത്വങ്ങൾക്ക് അനുസൃതമായി ജീവിക്കാതെ അഹ്ലുബൈത്തിനോ? അപ്പൊ അഹ്ലുബൈത്താണ് യോഗ്യത. അതാ അങ്ങനെ ഓരോ തങ്ങന്മാളും ഖലീൽ നബിക്കാര് ബുദ്ധിമുട്ടി സലാത്ത് ഉണ്ടാക്കിയിരുന്നു. ഇസ്ലാമിന് അങ്ങനെ ഒരു ഗതികേട് വന്നിട്ടില്ല ഇന്ന് വരെ. സലാത്ത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടേണ്ട അവസ്ഥ ഒരാൾക്ക് നബി വകവെച്ചു കൊടുത്തില്ല. നബി ജീവിച്ചിരുന്നപ്പോ തന്നെ സലാത്ത് പഠിപ്പിച്ചു കൊടുത്തു. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹ് നബിയോട് കൽപ്പിക്കുന്നു, അല്ലാഹ് നബിക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു, നബി ജനതക്ക് പഠിപ്പിച്ചു തരുന്നു. എന്താ നബി പറഞ്ഞത്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്, തീർച്ചയായും അല്ലാഹുവും മലക്കുകളും നബിക്ക് സലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, വിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങളും നബിക്ക് വേണ്ടി സലാത്ത് ചെല്ലണേ, സലാം ചെല്ലണേ. ആയത്ത് അവതരിച്ചപ്പോ സഹാബത്ത് നബിയോട് ചോദിച്ചു, എങ്ങനെ നബിയെ സലാത്ത് ചെല്ലല്? സലാം ഞങ്ങൾ ചെല്ലാറുണ്ട്, പക്ഷെ എങ്ങനെ സലാത്ത് ചെല്ലല്? നബി പഠിപ്പിച്ചു കൊടുത്തു സലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. ഏതാണ്ട് 8ഓളം രൂപങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ സലാത്ത് ചെല്ലേണ്ടത് പഠിപ്പിച്ചു. 1400 കൊല്ലമായി ഇവിടെ മുസ്ലിങ്ങൾ സലാത്ത് ചെല്ലാൻ തുടങ്ങി. ഇപ്പോ സലാത്തും കച്ചവടമാക്കി അല്ലെ? ഓരോരുത്തരും വിക്കാരിയും മുക്കാരിയും മറ്റോനും മറിച്ചോനും ഒക്കെ വന്നിട്ട്. എന്നാ ഇവർക്ക് ദീനുമായിട്ടുള്ള ബന്ധം എന്താ? ദീനിനെ കുറിച്ച് എന്താ പറയുക? നേരത്തെ പറഞ്ഞ അൽക്കാസി പറഞ്ഞ അലിബിംബാവും തിരിയൂല, ദീനെ കുറിച്ച് അലിബിംബാവും തിരിയൂല അല്ലേ? ഇപ്പൊ പറഞ്ഞല്ലോ വലിയ ഷെയ്ഖായിട്ട് റമദാൻ 27 രാവിലെ നടത്തുന്ന സലാത്ത് നടക്കണ തങ്ങള് മൂപ്പറുടെ വിവരത്തെ കുറിച്ച് ഞാൻ പറയല്ല. മർക്കസ് സക്കാഫത്ത് സുന്നയിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായ ഹസൻ സക്കാഫി എന്ന് പറയുന്ന സക്കാഫി പറയും, നിങ്ങൾ കേൾക്കുക, ഈ ഖലീൽ ബുഖാരി തങ്ങളുടെ വിവരത്തെ കുറിച്ച് അയാൾ വിശദീകരിക്കുക, നിങ്ങൾ കേൾക്കുക. എന്നാ മക്കളെ ദീൻ ഇവരെ കയ്യിലുണ്ടോ? ഇവർക്ക് ദീന് തിരിയോ? ഇവർക്ക് തിരിയും ഒരു തീന് മാത്രം. ഇത് ഇന്ത്യ ടുഡേയാണ്. ഇന്ത്യ ടുഡേക്കാരെ മോശമാക്കാൻ നമുക്ക് പറ്റില്ല, കുറച്ച് അംഗീകാരപ്പെട്ട ഇന്ത്യ ടുഡേക്കാര് മലപ്പുറത്ത് വന്നിട്ട് രാവിലെ നല്ലോണം നാസ്ത കഴിക്കുന്ന ഒരാളെടുത്ത് വന്നു. ഒരു നാസ്ത കഴിക്കുന്ന ഒരാള്, ഞാൻ അങ്ങനെ പറയാൻ കാരണം ഞാൻ വാക്യം വായിച്ച ഖലീൽ തങ്ങൾ എന്നയാളെ പേര്. വ്യക്തിപരമായി എനിക്ക് അയാളോട് സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടെങ്കിലും അയാളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. എന്താ ചോദ്യം? ആ ചോദ്യം ഞാൻ പറഞ്ഞുതരാം. കമ്മ്യൂണിസ്റ്റുകളുമായി അടുക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമല്ലേ എന്ന് ചോദിച്ചിട്ട് അടുത്ത ചോദ്യം, അവരുടെ നാസ്തികത ഇസ്ലാമിന് വിരുദ്ധമല്ലേ? അപ്പൊ ഇയാൾക്ക് എന്താ സാധനം തിരിഞ്ഞിട്ടില്ല. ഇയാൾക്ക് 9 മണിക്ക് കിട്ടുന്ന അട്ടിപ്പാത്രം മാത്രമേ പരിചയമുള്ളൂ. അയാൾക്ക് പറഞ്ഞാൽ മതി, എനിക്ക് ആ ഒരു നാസ്തികത തിരിയുള്ളൂ, വേറൊരു നാസ്തികത എനിക്ക് അറിയില്ല. എന്താ മോശമുണ്ടോ? ഒരു മോശമില്ല. എനിക്കത് തിരിയൂല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലല്ലോ. അയാൾ പറഞ്ഞു, നാസ്തികതയേക്കാൾ വലിയ കുഴപ്പമാണ് അഴിമതിക്കും വ്യഭിചാരത്തിനൊക്കെ. അഴിമതി വ്യഭിചാരമാണ് നാസ്തികതയേക്കാൾ വലിയ പാപം. ഇയാൾ പറഞ്ഞു. ഇന്ത്യ ടുഡേക്കാര് അതേ ഹെഡിങ്ങിൽ നല്ല ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചു. ഇത് ഇദ്ദേഹത്തിൽ അബദ്ധം സംഭവിച്ചു പോയതാണെങ്കിൽ അടുത്ത ദിവസം ഇത് വന്നു എന്ന് പരസ്യമായി തന്നെ ചന്ദ്രികാ ദിനപത്രത്തിൽ പ്രിയ സുഹൃത്ത് മുഹമ്മദ് ഉഗ്രപുരം രേഖപ്പെടുത്തി. ഇത് കണ്ടപ്പോഴാണ് ഇതൊരു അബദ്ധമാണ് അദ്ദേഹത്തെ തിരിഞ്ഞത്. ഉടനെ അദ്ദേഹത്തിന് സ്വന്തമായ പത്രത്തിൽ എഴുതാമായിരുന്നു, അറിയാതെ സംഭവിച്ചു പോയതാണ്. പക്ഷെ അദ്ദേഹം എന്ത് പറഞ്ഞു? നേരത്തെ പറഞ്ഞ കളവ് പറഞ്ഞാൽ പിന്നിൽ കൂടണ്ട, ന്യായീകരിച്ചാൻ പോയ വഷളാവും, അതിന്റെ പേരിൽ നല്ലത് പറഞ്ഞാൽ പോരെ. അയാള് പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയം എന്റെ പേരിൽ ഇന്ത്യ ടുഡേക്കാര് വെറുതെ എഴുതിയതാ. ഞാൻ അത് അന്ന് തന്നെ 15-ാം തീയതി എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ അന്ന് തന്നെ ഇന്ത്യ ടുഡേ ചെന്നൈ ഓഫീസിലേക്ക് ഞാൻ തിരുത്ത് ഫാക്സ് ചെയ്തിട്ടുണ്ട്. ഇല്ല, 18-ാം തീയതി ചന്ദ്രികയിൽ വന്നപ്പോ ഇങ്ങനെ അബദ്ധം പറഞ്ഞത് അറിഞ്ഞപ്പോ ഇവർ ഉടൻ തന്നെ മഴുദിൻ എന്ന് പറയുന്ന ലെറ്റർ പേഡിൽ മഴുദിൻ ലെറ്റർ പേഡിൽ ഒരു തിരുത്തുണ്ടാക്കി. ഞാൻ പറയാത്തത് ഇന്ത്യ ടുഡേക്കാരുടെ ലേഖനം അറിയാതെ എഴുതി പോയതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അയച്ചു കൊടുത്തു എന്ന് 18-ാം തീയതി. എന്നിട്ട് 19-ാം തീയതി സിറാജ് പത്രത്തിൽ വരിക, അത് 15-ാം തീയതി തന്നെ ഞാൻ തിരുത്തിയിട്ടുണ്ട് എന്ന് അയാൾ പറയുന്നത്. തിരുത്തിയിട്ടുണ്ടോ? ഇവര് മുഴുവനും കളവ് പറഞ്ഞാലും അഖിലേന്ത്യാ സെക്രട്ടറി പറഞ്ഞാലും
അയാളെ മുരീദ് പറഞ്ഞാലും ഓൻ ആത്മീയ നേതാക്കന്മാരൊക്കെ കളവ് പറഞ്ഞാലും കളവ് പറയാത്ത ചില ഹിന്ദുക്കൾ ഇവിടെ ഉണ്ട്. അതേതാ? മാംസബുക്കും സസ്യബുക്കും എന്നല്ല, നമ്മുടെ ഫാക്സ് മെഷീൻ. സത്യം പറയലോ, ഇന്ത്യ ടുഡേയിലേക്ക് ചെന്നൈ ഓഫീസിലേക്ക് 18-ാം തീയതി ചന്ദ്രിക ന്യൂസ് കണ്ടപ്പോ ഇവർ അന്നേരം അയച്ചു കൊടുത്ത ഫാക്സിന്റെ കോപ്പി ചന്ദ്രികയിലേക്ക് ഇന്ത്യ ടുഡേ മദ്രാസിലെ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചു കൊടുത്തു. അതിലുണ്ട് 18-ാം തീയതി ഉച്ചക്ക് 12:52 ഈ ഫാക്സ് ചെയ്തത്. സമയം കറക്റ്റ് കമ്പ്യൂട്ടറിൽ കാണിച്ചിട്ടുണ്ട്. ഇയാള് പറയാ 15-ാം തീയതി ഞാൻ അയച്ചിട്ടുണ്ട്. ഇത് കാക്കി ട്രൗസർ എടുത്ത ശിഫായിമാരാണെങ്കിൽ അത് മോളെ പേറ്റൂട്ടി കൊണ്ടുപോണ്ടായിരുന്നു, അന്ന് കത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, 2 ദിവസം വൈകിയാന്ന് പറയാം ശിഫായിമാരാണെങ്കിൽ. ഇത് ഫാക്സ് മെഷീനല്ല മക്കളെ. എല്ലാരും നിങ്ങളെ പോലെ കളവ് പറയുന്ന ആളാ. അപ്പൊ ഇങ്ങനെ കളവ് പറയൽ മാത്രമാണ് ഇവരെ തൊഴിലെന്ന് ബോധ്യപ്പെടുത്താൻ ഇതൊക്കെ കൊണ്ടുവരുന്നത്. സഹോദരങ്ങളെ, അപ്പൊ നമുക്ക് വളരെ വ്യക്തമാണ്, നമ്മൾ പറഞ്ഞാൽ പറയാതെ മുജാഹിദ് പറയണാണ് അല്ലെ. അവസാനത്തെ കള്ളിക്ക് മുസ്ലിയാക്കന്മാർ നമ്പറതാ, അത് മുജാഹിദിൽ പറയാം. മുജാഹിദ് അല്ലടോ, നിങ്ങൾ കേൾക്കുക, നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഓരോരുത്തർക്കും അല്ലെ വളരെ വ്യക്തമായി വിവരമുള്ളവനൊക്കെ അറിയുന്നവനൊക്കെ പറയും അല്ലേ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ. ഇതിന്റെ സാധാരണക്കാരനെ കണ്ണുരുട്ടിയിട്ട് കാര്യമില്ല. ഈ കോലത്തിന് അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞിട്ട് ഓരോടത്തും ഞാൻ പറഞ്ഞില്ലേ, ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചു, ഓരോന്നോരോന്ന് കാണിച്ചു. എല്ലാ രംഗത്തും അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞിട്ട് തട്ടിപ്പ് ഷിയാക്കൾ ഒരു കാലഘട്ടത്തിൽ നടത്തിക്കൊണ്ടുവന്ന പോലെ, കൊണ്ടോട്ടി കൈക്കാർ കൊണ്ടുവന്നത് പോലെ ഓരോന്നോരോന്ന് ദീന വിൽക്കുക. എന്നിട്ട് മുമ്പിൽ ഒരു അഹ്ലു ബൈത്തിനെ പിടിച്ചിരുത്തുക. പ്രശ്നമില്ലല്ലോ, ആരും മിണ്ടാൻ പാടില്ല. മുമ്പിൽ അഹ്ലുബൈത്ത്, അതെ അഹ്ലുബൈത്താണ് കേട്ടോ, മിണ്ടണ്ട, തങ്ങളാണേ കിട്ടും പണി, മിണ്ടൂല. ബാക്കി എന്റെ പുറകിൽ ബാക്കിയുള്ളവനൊക്കെ അനാവശ്യം നടത്താന്നൊരവസ്ഥ. എന്ന് മാത്രമല്ല സഹോദരങ്ങൾ, ഈ നിലക്ക് ഒരു വശത്തുകൂടി ജനത്തിന്റെ സമ്പാദ്യം, പണം, ഖുർആൻ പറഞ്ഞ വളരെ കറക്റ്റാ. ഖുർആൻ പറഞ്ഞില്ലേ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ് ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ. അതേ ക്രൈസ്തവ പണ്ഡിത പുരോഹിതന്മാരിൽ അധികം ആളുകളും ജനങ്ങളുടെ മുതൽ അന്യായമായി അപഹരിക്കുന്നു. ഇന്നിനെ തുടങ്ങിയല്ല, പണ്ഡിത പുരോഹിതന്മാര് പണ്ട് മുതൽ യഹൂദ ക്രൈസ്തവ പണ്ഡിത പുരോഹിതന്മാര് മുതൽ തുടങ്ങിയ പണിയായത്. ഒന്നാമത്തെ പണി എന്താ? ജനങ്ങളുടെ മുതൽ അന്യായമായി അപഹരിക്കുന്നു. സ്വലാത്തിന്റെ പേര് പറഞ്ഞ്, ഞാൻ ഹജ്ജ് ചെയ്യാമെന്ന് പറഞ്ഞ്, ഖുത്ബിയ്യത്തിന്റെ പേര് പറഞ്ഞ്, അതുപോലെ തന്നെ ദീനുൽ ഇസ്ലാമിന്റെ ഓരോരോ വകുപ്പുകൾ തരംതിരിച്ച് അതിന്റെ പേരിലെല്ലാം ജനങ്ങളുടെ മുതൽ അന്യായമായി അപഹരിക്കുന്നു. രണ്ടാമതായി അവർ ചെയ്യുന്ന പണി, ഒന്നാമതായി ആ ജനങ്ങളുടെ മുതൽ പോക്കറ്റ് അടിക്കുന്നുവെന്നതാണെങ്കിൽ, രണ്ടാമതായി അവർ നിർവഹിക്കുന്നത് വയസുദ്ദൂന അൻ സബീലില്ലാഹ്, ജനങ്ങളുടെ മുതൽ അന്യായമായി അപഹരിച്ചിട്ട് മറുഭാഗത്തുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു നിർത്തുന്നു. 2 പണിയാ പൗരോഹിത്യം നിർവഹിക്കുന്നത്. 1 പോക്കറ്റ് അടിക്കും, സമ്പത്ത് അപഹരിക്കും, അന്യായമായ ജനങ്ങളെ മുതൽ തിന്നും. 2 ആ ജനങ്ങളെ അള്ളാന്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞു നിർത്തും. അവസാനം നോക്കൂ, തങ്ങളുടെ അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞ ഒരുത്തൻ പ്രാർത്ഥിക്കാണ്. എന്താ പ്രാർത്ഥിക്കുന്ന കോലം നിങ്ങൾ കേട്ടോ? ഇന്ന് വരെ മുസ്ലിം സമുദായത്തിന് പരിചയമില്ലാത്ത പ്രാർത്ഥന, മുസ്ലിം സമുദായത്തിന് പരിചയമില്ലാത്ത പ്രാർത്ഥന. ആ പ്രാർത്ഥനയും കൊണ്ട് ഇപ്പറങ്ങിയത്. ആ പ്രാർത്ഥനയുടെ ഒരു സാമ്പിൾ നിങ്ങൾ കാണുക. തങ്ങള് ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കണം തങ്ങള്, ഞങ്ങൾ അവിടെ നിന്ന് സഹായിക്കണം തങ്ങള്, നിങ്ങളോട് സ്നേഹമുള്ള തങ്ങള്, ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്. കത്താതെ തങ്ങളെ കണ്ണു വെച്ച് കൊടുത്ത തങ്ങള്, കത്താതെ തങ്ങളെ കണ്ണു വെച്ച് കൊടുത്ത തങ്ങള്, കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത 2 പളർപ്പാക്കിയ തങ്ങള്, എത്രയോ മുഅ്ജിസത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തങ്ങള്, ലോകത്തിന് റഹ്മത്തായി വന്ന തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്, സാധുക്കളാണ് തങ്ങള്, കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, രക്ഷിക്കണ തങ്ങള്, ഞങ്ങളെ രക്ഷിക്കണ തങ്ങള്, ഞങ്ങളെ രക്ഷിക്കണ തങ്ങള്. അത് വലിയ വളർമയുള്ള തങ്ങള്, സ്നേഹിച്ച തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, ഉടയ തങ്ങള്, അവരുടെ തങ്ങള്, അവിടത്തേക്ക് വേണ്ടിയാണല്ലോ
സാധുക്കളാണ് തങ്ങളെ. അപ്പൊ സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ജനിച്ചിട്ട് ഈ കോലത്തിലൊരു പ്രാർത്ഥന, ദുആ ഖുർആൻ പഠിപ്പിച്ചില്ല എത്രയോ പ്രാർത്ഥന അല്ലേ? വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഖുർആൻ പഠിച്ചു. തങ്ങളെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, ഇങ്ങനെ ദുആ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതാണ്ട് ആടിന്റെ കാലത്തൂക്കി ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടാ ഇങ്ങനെ കരയുടെ കേട്ടോ, ഈ ആട് കരയുടെ കോലത്തിൽ ഒരു ദുആ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലേ? വിശ്വാസികളുടെ പ്രാർത്ഥന എത്രയോ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, എത്രയോ പറഞ്ഞു. വല്ലദീന യഖൂലൂൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഖുർആൻ പറയുന്നു, ആരാണ് പ്രാർത്ഥിക്കുന്നത്? ഇബാദുർ റഹ്മാനാണ്. അല്ലാഹുവിന് വേണ്ടപ്പെട്ട ഇബാദുർ റഹ്മാൻ എന്ന അല്ലാഹു ഓമന പേര് നൽകിയ അവരുടെ പ്രാർത്ഥനയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ? വല്ലദീന യഖൂലൂൻ, അവര് പ്രാർത്ഥിക്കുന്നവരാണ്. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? തങ്ങളെ എന്ന് വിളിച്ചിട്ടല്ല, നേരെ മറിച്ച് റബ്ബനാ, ഞങ്ങളുടെ നാഥാ, ഹബ്ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ നൽകണം. വദുർരിയാതിനാ, ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ നൽകണം. ഖുർറത അയുൻ, കൺകുളിർമ നൽകണേ തമ്പുരാനെ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും ഇബാദുർ റഹ്മാൻ അല്ലേ? ആ നിനക്ക് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച മതം, ആ മതത്തിൽ വളരെ വ്യക്തമായി ആ നിർദ്ദേശം നിലനിൽക്കവേ തന്നെ അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞ്, തങ്ങൾ കുടുംബത്തിന്റെ പേര് പറഞ്ഞ്, സിദ്ധവേഷമണിഞ്ഞ് ഇസ്ലാമിന്റെ പേരിൽ കടന്നു വന്നിട്ട് ദീനിനെതിരായത് പ്രചരിപ്പിക്കുക അല്ലേ? എന്നാ നിങ്ങൾ നോക്കൂ, ഇതൊരു ഇത് സ്ഥലത്തിന് വരുന്ന കാക്കനാട് പോലുള്ള പ്രദേശത്ത് മാത്രം നടക്കണല്ല അല്ലേ? എത്രയോ സ്ഥലത്ത് നോക്കുക. നമ്മളിറക്കണല്ല ഇത്, മുജാഹിദ് ഇറക്കണല്ല, സമസ്തക്കാർ ഒന്നാന്തര സമസ്തക്കാർ ഇറക്കണ പത്ര, ഇത് ഒന്നാന്തര സമസ്തക്കാർ അല്ലേ? നിങ്ങൾ കേട്ടില്ലേ? തങ്ങളെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, ആ തങ്ങളെ കുറിച്ച് എഴുതുക. നമ്മളല്ല കേട്ടോ, സമസ്തക്കാരെഴുതുക. എന്താ എഴുതിയത്? കൂരിക്കുഴിയിലെ വ്യാജസിദ്ധന്റെ തട്ടിപ്പുകൾ. ആ തട്ടിപ്പുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കാക്കനാട് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത്. ഈ കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഓരോ തങ്ങന്മാരെ ഇറക്കിയിട്ട് ഓരോ നിലക്ക് പണം തട്ടുകയും അതുവഴി മറ്റു നിലക്കുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ തങ്ങളുടെ ഗ്രൂപ്പിസമാ നാട്ടിൽ കൊണ്ടുവരിക എന്ന അടിസ്ഥാനത്തിൽ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ ശക്തമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ കൊച്ചു കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഈ നീറുന്ന പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ ശക്തമായി തന്നെ ആ നിലക്ക് തന്നെ കൂരിക്കുഴിയിലെ വ്യാജസിദ്ധന്റെ തട്ടിപ്പുകൾ ഓരോന്നോരോന്നായി പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു നോക്കൂ. പണം സമ്പാദിക്കാൻ ഏത് വേഷവും കെട്ടിയാടുന്ന ഇയാൾക്ക് പ്രൊഫഷണൽ നാടക നടനെ പോലും വെല്ലുന്ന അഭിനയ സിദ്ധിയാണുള്ളത്. കണ്ടോ? പ്രൊഫഷണൽ നാടക നടനെ പോലും വെല്ലുന്ന അഭിനയ സിദ്ധിയായേക്കളെന്ന്. കരഞ്ഞും കരയിച്ചും മിമിക്രി കാണിച്ചും ഇയാൾ ആളുകളെ വലയിലാക്കും. കണ്ടോ? ഇങ്ങനെ കള്ളക്കരച്ചിലേക്ക് അറിഞ്ഞു ഞങ്ങള് നീട്ടി കരഞ്ഞിട്ട് ആളുകളെ വലയിലാക്കും. മാസാമാസം നല്ലൊരു സംഖ്യ സ്വന്തം പോക്കറ്റിൽ താഴ്ത്തുകയും ചെയ്യും. എന്റെ മൂപ്പരെ കുറിച്ച് പറയാ, ആന്ത്രോത്ത് ദ്വീപിലെ നല്ല കോയ എന്ന മനുഷ്യൻ കേരളക്കരയിലെത്തി താൻ സയ്യിദാണെന്നും ബുഖാരി സിൽസിലയാണ് തന്റേതെന്നും പറഞ്ഞ് ആളുകളെ വഞ്ചിക്കുകയും സ്വയം സിദ്ധവേഷം കെട്ടി സ്വന്തം പോരിശകൾ പ്രചരിപ്പിക്കാൻ ആളുകളെ ഏർപ്പാടാക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടോ? ഇയാള് ആന്ത്രോത്ത് ദ്വീപിലുള്ള ആളാ. ഇന്നലെയും ഒരു സുഹൃത്ത് മൂപ്പരെ നേരിട്ട് ദീപി എന്നറിയുന്ന ഒരു സുഹൃത്ത് കണ്ടപ്പോ പറഞ്ഞു, പടച്ചമ്പുരാനെ മൗലവി, നിങ്ങൾ ഈ CD ഒക്കെ ഇട്ട് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ നല്ലപ്പ ഇവൻ തങ്ങളാന്ന വിവരം ഞങ്ങൾ അറിഞ്ഞത്. ഇന്നലെ ദീപി എന്ന് വന്ന ആള് പറയാ മൂപ്പരുടെ പേര് തന്നെ നല്ല കോയാന്നാ. എന്നിട്ട് നല്ല കോയാന്ന് പേരുള്ള ആള് നാട്ടുകാർ വിളിക്കണ നല്ലപ്പാന്നാ. ഇവിടെ വന്നപ്പോ തങ്ങളായി. അതെങ്ങനെയാണ് കേട്ടോ? നല്ലപ്പ എന്ന് പേരുള്ള ആള്, നല്ലപ്പ എന്ന് വിളിക്കുന്ന നല്ല കോയ എന്ന് പേരുള്ള ആള്, അയാളുടെ റേഷൻ കാർഡിൽ പോലും നല്ല കോയ എന്ന് എഴുതിയതിന്റെ ഇപ്പുറത്ത് ഇയാൾ എന്നെ കൂട്ടിയടി തങ്ങളെന്ന്. ഉണ്ടോ? സ്വന്തം കൈപ്പിടല്. ഞാൻ വെറുതെ പറയല്ല. അവസാനം സുന്നികൾ തന്നെ പോയി നമ്മുടെ നാട്ടിൽ നിന്ന് മൂപ്പരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കൂ. സ്കൂൾ സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോ കോപ്പി ചെയ്ത് ഈ തങ്ങളുണ്ടല്ലോ, തങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോ കോപ്പി. ഇതെന്താ സ്കൂൾ സർട്ടിഫിക്കറ്റ്? നല്ല കോയ KN. ഉണ്ടോ? ഒരു തങ്ങളും ഇല്ല, ഒരു ബുഖാരി ഇല്ല.
തട്ടിപ്പ്. ഇത് അഹ്ലു ബൈത്തിന്റെ പേരിലല്ലേ, മുത്തനബിയുടെ പേരിലല്ലേ അല്ലേ നമ്മുടെ നാട്ടില്? എന്റെ വീട് അഡ്രസ് പേര് പറഞ്ഞു, എന്റെ വീട്ടിൽ എന്റെ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് ഒരുത്തൻ തട്ടിപ്പ് നടത്തിയാലോ? നിങ്ങളുടെ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് ഒരുത്തൻ തട്ടിപ്പ് നടത്തിയാലോ? ഇതുപോലെ റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ട് തട്ടിപ്പ് നാടുനീളെ ഉണ്ട്. നോക്കൂ, തട്ടിപ്പുകളുടെ തുടക്കം സിദ്ധവേഷവും സലാത്ത് കച്ചവടവും മറ്റും ഇന്ന് പണം വാരാനുള്ള കുറുക്കു വഴികളായി ചിലർ കണ്ടെത്തിയിരിക്കുകയാണ്. കേവലം സിദ്ധവേഷം മാത്രമാവുമ്പോൾ ചിലപ്പോൾ പോലീസ് വലയിലാവാനും നാട്ടുകാരുടെ കൈകാര്യം ചെയ്യലിൽ ചെന്നുപെടാനും ഇടയായേക്കും. സലാത്ത് കച്ചവടത്തോടെ അണിയുന്ന സിദ്ധവേഷം സുരക്ഷിതമായ തട്ടിപ്പ് വഴിയാണ്. കണ്ടോ, നമ്മളെഴുതല്ല, മുജാഹിദിന്റെ പത്രമല്ല ഇത് ഒന്നാം തരം സമസ്തയുടെ പത്ര. എന്നിട്ട് പറയ നോക്കൂ, അങ്ങനെ വിശദീകരിച്ച് പറയാ. പിന്നെ ആളുകൾക്കിടയിലുള്ള അംഗീകാരവും മാന്യതയും ഉണ്ടാകും. സഞ്ചി നിറയെ പണവും വരാം. ചില ചെപ്പടി വിദ്യകൾ സ്വായത്തമാക്കണമെന്നേയുള്ളൂ. പച്ച നിറത്തിലുള്ള ഒരു ഷാൾ, കയ്യിലൊരു തസ്ബീഹ് മാല, നീണ്ടു തിങ്ങിയ താടി, അല്പം മിമിക്രി സാമർഥ്യം, പേരിനോടൊപ്പം തങ്ങൾ എന്ന് ചേർക്കാനുള്ള തൊലിക്കട്ടി, ഇതൊക്കെ തയ്യാറാക്കിക്കൊണ്ട് ഇത്തരക്കാർ വേണ്ടത്ര വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത സാധാരണക്കാരും ശുദ്ധഗതിക്കാരും അധിവസിക്കുന്ന സ്ഥലത്ത് തങ്ങളുടെ സാമ്രാജ്യത്വത്തിന് തറക്കല്ലിടുന്നു. കാക്കനാട് മാത്രല്ല, എല്ലായിടത്തും ഇങ്ങനെ വരും. വലിയൊരു ഷാളും തിങ്ങിയ താടിയും അതുപോലെ അല്പം മിമിക്രിയും, അങ്ങനെ പല തട്ടിപ്പും നടത്തിയിട്ട് പാവപ്പെട്ട ആളുകൾക്കിടയിൽ വന്നിട്ട് തറക്കല്ലിടുകയാണ്. അവരുടെ സാമ്രാജ്യത്വത്തിന് തറക്കല്ലിടുകയാണ്. ഇത്രയൊക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായാൽ പിന്നെ സ്വലാത്ത് വ്യാപാരത്തിന്റെ ചെറിയ ബ്രാഞ്ച് തുടങ്ങുകയായി. ചെറിയൊരു ബ്രാഞ്ച് അത് ചിലപ്പോൾ എന്തെങ്കിലും കുത്തുബിയത്തിന്റെ പേരിലാവും, അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും പേരിലാവും. ഒരു ചെറിയ ബ്രാഞ്ച് തങ്ങളുടെ വകക്ക് ഇങ്ങനെ തുടങ്ങി വെക്കും. ഇങ്ങനെ ഓരോന്ന് വിശദീകരിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സഹോദരങ്ങളെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഓരോ സ്ഥലത്തും ഏതെല്ലാം ഇനം തട്ടിപ്പുകൾക്ക് വിത്തിടാമെന്നും ദുനിയാവിലെ ജീവിതം എങ്ങനെയൊക്കെ ആഡംബരപൂർണ്ണമാക്കാമെന്നും എങ്ങനെയൊക്കെ ആളുകളെ വഞ്ചിക്കാമെന്നും ഈ വിഭാഗത്തിന് നന്നായി അറിയാം. അതിനുവേണ്ട പ്രത്യേക നിർദ്ദേശങ്ങളും പരിശീലനങ്ങളും നൽകാൻ ഇവർക്കൊരു കൂടാരവും അഖില ലോക തട്ടിപ്പ് വീരനും അവിടെ റെഡിയായിരിപ്പുണ്ട്. 1961 ആന്ത്രോത്ത് ദ്വീപിൽ KM പൂക്കോയയുടെ മകനായി ജനിച്ച KM നല്ലകോയ വർഷങ്ങൾക്ക് മുമ്പ് വരെ വെറും നല്ലകോയ മാത്രമായിരുന്നു. ഇയാളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിലും റേഷൻ കാർഡിലും എല്ലാം പേര് നല്ലകോയായിരുന്നു തന്നെ. റേഷൻ കാർഡിൽ പേരിന്റെ അവസാനം ഇയാൾ തന്നെ തങ്ങൾ എന്ന് കൂടി എഴുതി ചേർക്കുകയാണത്രേ. 1973 മാർച്ച് 31 ഇയാൾ ആന്ത്രോത്ത് ഹൈസ്കൂളിൽ നിന്ന് 8ാം ക്ലാസ് പാസ്സായി പുറത്തു വന്നത്. പള്ളി ദർസുകൾ ചെലവഴിച്ച ആദ്യകാലത്തും ഇയാളുടെ പേര് നല്ല കോയ തന്നെ. ദ്വീപിൽ താമസിക്കുന്ന മിക്ക ആളുകളുടെയും പേരിന്റെ കൂടെ കോയ ഉണ്ടാകുന്നത് കൊണ്ട് അവിടെ സയ്യിദാണോ എന്ന സംശയത്തിന് തന്നെ അവകാശമില്ല. പള്ളി ദർസ് ലീലാവിലാസങ്ങൾ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് സമ്പാദിക്കാനായി മർക്കസിലേക്ക് പോകുന്നതോടു കൂടിയാണ് ഇയാൾ പേര് അടിമുടി മാറ്റുന്നത്. സയ്യിദ് അൽ ബുഖാരി. ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ ഇയാൾ സയ്യിദും ബുഖാരിയും ഒക്കെയായി. കണ്ടോ, എന്താണ് കബീല എന്നൊന്നും ചോദിക്കരുത്. സലാത്ത് വ്യവസായം പൊടിപൊടിക്കുമ്പോ എന്ത് കബീല ആണോ? ഞാൻ പറയില്ല, ഇതിൻ്റെ അകത്തുള്ളതാണോ? അങ്ങനെ വിശദീകരിക്കാം. എന്റെ തട്ടിപ്പിനൊരു തുടക്കമാണല്ലോ. എങ്ങനെ തട്ടിപ്പിന്റെ തുടക്കം? 4-5 വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ ജില്ലയിലെ തോതൂർ കരയിലായിരുന്നു ജോലി. അവിടെ സമസ്ത അംഗീകരിച്ച മദ്രസയിലെ 5ാം ക്ലാസ് അധ്യാപകൻ. ദർസ് നടത്താൻ അറിയാത്തതിനാലും തീരെ സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടുമാണ് അവിടുന്ന് പിരിഞ്ഞ് തൃശൂർ ജില്ലയിലെ കൂരിക്കുഴിയിൽ പുള്ളിക്കാരനെത്തുന്നത്. അന്നൊരു സാദാ അൽ ബുഖാരിയായിരുന്നു. സ്പെഷ്യലൈസേഷൻ ഒന്നുമില്ല, സിദ്ധഭാവവും ഇല്ല, കറാമത്തും പോരിശവുമില്ല. മാസങ്ങൾ കഴിഞ്ഞാണ് ഐഡിയ വരുന്നത്. സലാത്ത് വ്യവസായം ഒരു ബ്രാഞ്ച് തുടങ്ങിയാൽ എന്താ? തുടങ്ങി. സംഗതി ഗംഭീരമാവുകയും ചെയ്തു. ഒരു സലാത്ത് ദിക്ർ ശാഖ തുടങ്ങുക അത്ര പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ ലാഭകരമാക്കി മാറ്റാനാണ് പ്രയാസം. അതിന് പ്രത്യേകമായ ചില ലൊട്ടിലൊടുക്ക് വിദ്യകളൊക്കെ പയറ്റണം. സ്ത്രീകളാണ് ഈ മേഖലയിലെ പ്രധാന ഇരകൾ. അവരെയും ശുദ്ധഗതിക്കാരായ പാമരന്മാരെയും ആകർഷിക്കണമെങ്കിൽ ഒന്നാമത്തെ വഴി സ്വർഗത്തിലേക്ക് ഡയറക്റ്റായി ടിക്കറ്റ് മുറിച്ചു കൊടുക്കുകയാണ്. സദസ്സിൽ വെച്ച് തന്നെ രോഗങ്ങളും വൈകല്യങ്ങളും മാറ്റുക. പരാതികൾക്കും ആവശ്യങ്ങൾക്കും അവിടെ വെച്ച് തന്നെ നിവൃത്തി ഉണ്ടാക്കി കൊടുക്കുക. സ്വന്തക്കാരെയും തന്നെ സഹായിക്കുന്നവരെയും എല്ലാം റസൂലുള്ളാഹിന്റെ ശഫാഅത്തിന്റെയും ഹൗദുൽ കൗസർ ലഭിക്കുന്നവരുടെയും ലിസ്റ്റിൽ അവിടെ വെച്ച് തന്നെ ഉൾപ്പെടുത്തുക. അല്ലാത്തവരെ അതിൽ നിന്ന് തടയുക. അത്യുച്ചത്തിൽ പൊട്ടി കരയുക തുടങ്ങിയവ ഓരോ നമ്പറുകളാണ്. ഇതൊക്കെ സിദ്ധന് യഥേശം നിർവഹിക്കാനറിയാം.
കണ്ടോ. എന്നിട്ട് മൂപ്പരെ പറ്റി പറയാണ്. മൂപ്പര് തന്നെ എന്തെടുക്കാന്നറിയോ, ഒരാളെ ചട്ടം കേട്ടി ഒരു ഞൊണ്ടിക്കാലായിട്ട് വരിക. ഇയാളിങ്ങനെ ഈ സലാത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഞൊണ്ടിയാട്ടി കയറി വരിക. അങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ മൂപ്പര് ഇങ്ങനെ സലാത്തിൽ 2 ഊത്തുന്നുമ്പോ സംഗതി ശരിയാണ് വയ്ക്കോ. അപ്പൊ മൂപ്പര് ഞൊണ്ടിയൊക്കെ മാറി ഉഷാറായിട്ട് പോവുക. നിങ്ങൾക്ക് തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് ആൾക്കാരെ മുഖത്ത് പൊടിയിടാൻ വേണ്ടിയിട്ട് ഈ കോലത്തില് ഞൊണ്ടിയായിട്ട് വന്നു. അവസാനം എന്തെടുത്തു, മൂപ്പര് തടവി 2 ഒടയൊക്കെ തരുമ്പോ മൂപ്പര് ഞൊണ്ടൊക്കെ മാറി അങ്ങനെ കൂളായിട്ട് നടന്നു പോയ കഥയൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അവസാനം സഹോദരങ്ങള് മൂപ്പര് നടത്തിയ മറ്റൊരു തട്ടിപ്പ് എന്താണെന്നറിയോ? മൂപ്പര് നടത്തിയ മറ്റൊരു തട്ടിപ്പ് നല്ല ബ്രാക്കറ്റിൽ തട്ടിപ്പുന്നുണ്ട് കേട്ടോ. നല്ല തട്ടിപ്പ് കോയയുടെ എന്താണ് ഈ പുസ്തകത്തിലത് നമ്മൾ പറയല്ല ഉണ്ടോ. നല്ല തട്ടിപ്പ് കോയയുടെ നാടകം കളിയുടെ മറ്റൊരു മുഖം കാണുക. ഇക്കഴിഞ്ഞ റമദാനിലെ 27-ാം രാവിലെ പ്രസംഗ സദസ് ഉണ്ടോ. റമദാൻ 27 രാവിലെ പ്രസംഗ സദസ്. ഏതാണ്ട് 1000-ലധികം ആളുകളുണ്ട് ഹാളിനകത്ത്. സമീപത്ത് നിർമ്മിക്കുന്ന വിഘടിതരുടെ ഓഫീസ് കെട്ടിടത്തിന് ഫണ്ട് സ്വരൂപിക്കലാണ് അന്നത്തെ പ്രധാന പരിപാടി. നിറഞ്ഞ സദസ്സിന്റെ മുമ്പിൽ ഇയാളുടെ മിമിക്രി തുടങ്ങി. കരച്ചിലും പിഴിച്ചിലും ചരിത്രവും പാരമ്പര്യവും എല്ലാം കൂടി കൂട്ടിക്കുഴിച്ച് ആകെ കൂടി സ്വർഗം തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെ ആക്കി നിർത്തിയിരിക്കുന്നു. കണ്ണീർ ഊറ്റിക്കൊണ്ടിരിക്കുന്ന സ്ത്രീമുഖങ്ങൾ. വിഘട ഓഫീസ് ഉണ്ടാക്കാൻ സ്വർണം സംഭാവന ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള സ്വർഗത്തിന്റെ ടിക്കറ്റുകളെല്ലാം മേശപ്പുറത്ത് റെഡി. സിദ്ധന്റെ വാഗ്ദാനങ്ങൾ ഇങ്ങനെ ആകാശത്തോളം കയറുന്നു. സദസ്സിൽ നിന്നുള്ള സംഭാവനകൾ വാങ്ങാൻ ബക്കറ്റ് പിരിവുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്നതാ സദസ്സിൽ നിന്നൊരു പർദ്ദക്കാരി എഴുന്നേറ്റ് തന്റെ കഴുത്തിലും കാതിലുമുള്ള ആഭരണങ്ങളെല്ലാം ഒന്നൊന്നായി ഊരി ബക്കറ്റിലേക്ക് ഇടുന്നു. കൂടിയവരെല്ലാം ഈ രംഗം കണ്ട് മിഴിച്ചു നിൽക്കുന്നു. പിന്നെ താമസിച്ചില്ല. പെണ്ണുങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും സ്വർണ്ണാഭരണം എടുത്ത് ബക്കറ്റിലേക്ക് ഇടാൻ ബന്ധപ്പെടുന്നു. ആ രംഗം ഇവിടെ അവസാനിക്കുന്നു. കണ്ടോ എന്താണ്? അതെ, മൂപ്പര് വലിയ വാദങ്ങ് തുടങ്ങി. പോരിശയൊക്കെ പറഞ്ഞ് അത് നമുക്ക് ഓഫീസ് ഉണ്ടാക്കണം, സമ്പത്തെ കൊടുക്കണം, പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പെട്ടെന്നൊരു പർദ്ദക്കാരെ ഇങ്ങോട്ട് എണീക്കുക. കഴുത്തിലും കാതിലും തലയിലും ഒക്കെ കിടന്നൊക്കെ ഊരി ഒന്നിച്ച് ചുറ്റിക്കെട്ടി ബക്കറ്റിലേക്ക് ഇടുക. പടച്ചം പുരാൻ ഇതെന്തായി കണ്ടത്? അപ്പൊ പെണ്ണുങ്ങളെ സാധനം ഇത് കണ്ടപ്പോ എല്ലാവരും ഊരിട്ടാ, അവൾ അത്രയും കൊടുക്കും, ഞാൻ ഇത്രയും കൊടുക്കും. അങ്ങനെ എല്ലാവരും ഊരി ബക്കറ്റിലേക്ക് സ്വർണം കൊണ്ട് ഇങ്ങനെ നിറയെ ബക്കറ്റ്. അങ്ങനെ പെണ്ണുങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് ബക്കറ്റിലേക്ക് ഇടുവാൻ ബന്ധപ്പെടുന്നു. ആ രംഗം ഇവിടെ അങ്ങനെ അവസാനിക്കുന്നു. പിന്നീടാണ് അറിയുന്നത് ആദ്യമിട്ട സ്ത്രീ സിദ്ധന്റെ ഭാര്യ തന്നെയാണെന്നും. ആദ്യം ഇട്ടത് മൂപ്പറുടെ ഭാര്യയാണ്. ഇത് ഇവർ നേരത്തെ പറഞ്ഞുറപ്പിച്ച നാടകമാണെന്നും. പാവം പെണ്ണുകൾ ഇതിനകത്തുള്ളത് ഞാൻ വെറുതെ പറയല്ല. തട്ടിപ്പേ ആദ്യം ഇട്ടത് ആരാ? ഇട്ടത് സ്വന്തം ഭാര്യ തന്നെ. വീട്ടിൽ ചിലപ്പോൾ തിരിച്ചു കൊടുക്കണേ. മൂപ്പരാത്തി ഇടുന്ന കണ്ടിട്ട് എല്ലാരും ഊരിട്ടു. കണ്ടോ ഇങ്ങനെ തട്ടിപ്പ്. അങ്ങനെയാണല്ലോ ബക്കറ്റ് വിരുവം നടത്തുന്നത്. അങ്ങനെയല്ലോ ആദ്യം തന്നെ ഒരു 500, മറ്റോ വടച്ചന 500 എന്താ ഇടങ്ങാറ്. ആ പണ്ടായിരുന്നു, ഇപ്പൊ 1000 ആയിട്ടുണ്ട്. ഉണ്ടോ? അപ്പൊ ഞാനൊരു 500 എങ്കിലും കൊടുക്കണം. എന്താ 1000 കിടക്കണത്. ഈ കോലത്തിൽ തട്ടിപ്പ് നടത്തുക അല്ലേ? ആ കോലത്തിൽ തട്ടിപ്പ് നടത്തിയ കഥയടക്കം നോക്കൂ സഹോദരങ്ങളെ. തങ്ങന്മാരുടെ അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നത് കാക്കനാട് മാത്രമല്ല, ഈ നാടിന്റെ മുക്കുമൂലകളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ സഹോദരന്മാരെ കണ്ണു തുറക്കാൻ നമുക്ക് സാധിക്കണം. ഇതിനെതിരെ ശബ്ദിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ അഹ്ലു ബൈത്തിന്റെ ചിത്രം മോശമാക്കുന്നവരുടെ ഈ തട്ടിപ്പുകളെ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞു നടക്കുന്ന ആളുകൾ അവരോട് ഓർമ്മിപ്പിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ദീനിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇസ്ലാം ആ ദീനിൽ യഥാർത്ഥമായ പ്രവാചകന്റെ കുടുംബക്കാരായി അംഗീകരിക്കണമെങ്കിൽ ഏതൊരു പ്രവാചകനായാലും ആ പ്രവാചകന്റെ സ്വന്തം മകൻ തന്നെയായാലും സ്വന്തം മകൾ തന്നെയായാലും തീർച്ചയായും അവർ ആ കുടുംബത്തിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ ഇസ്ലാം അനുസരിക്കണം കേട്ടോ. ആ പ്രവാചകന്റെ മാർഗം അനുസരിക്കണം കേട്ടോ. തട്ടിപ്പ് നടത്തുന്നവനാ യോഗ്യത കിട്ടില്ല. അള്ളാന്റെ മതം വിൽക്കുന്നവനാ യോഗ്യത കിട്ടില്ല. അതല്ലേ ഖുർആൻ തന്നെ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദില് വളരെ വ്യക്തമായ സൂറത്ത് ഹൂദിൽ പടച്ച തമ്പുരാൻ നൂഹ് നബിയുടെ ചരിത്രം പറയുന്നു. എന്താ നൂഹ് നബിയുടെ ചരിത്രമായി അല്ലാഹു പറഞ്ഞത്? വഹിയ തജ്രീ ബിഹിം നൗജുൻ കൽ ജിബാൽ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ ജലപ്രളയം. ആ ജലപ്രളയത്തിൽ ആകാശം മുട്ട് ഇതാ വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലിൽ സഞ്ചരിച്ചു
വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വനാദാ നൂഹുൻ ഇബ്നഹു, സ്വന്തം മകനെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ണുകൊണ്ട് കാണുകയാണ്. തന്റെ രക്തത്തിൽ പിറന്ന മകനെ കണ്ടപ്പോ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു. എങ്ങനെയാ വിളിച്ചത്? യാ ബുനയ്യ, എന്റെ പൊന്നാര മോനെ, ഇർകബ് മാനാ വലാ തകും അൽ കാഫിരീൻ, മോനെ നീ പിഴച്ചു പോകല്ല, ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തോ. നീ അവിശ്വാസികളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്, നന്ദി കെട്ടവരുടെ കൂടെ ഉൾപ്പെട്ടു പോകരുത്, ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യൂ, ഞങ്ങളോടൊപ്പം കപ്പലിൽ കയറൂ എന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനോട് പറഞ്ഞപ്പോ മകൻ ദാ നൂഹ് നബിയോട് പറയുന്നു, ഏ പിതാവേ, സആവി ഇലാ ജബൽ, ഉപ്പാ, ഞാൻ ഏതെങ്കിലും മലയിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളാം, തങ്ങളുടെ ആദർശം സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല, തങ്ങളുടെ മതം സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല, തങ്ങളുടെ ചട്ടി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അങ്ങനെ ആ മകൻ മഹാനായ നൂഹ് നബിയോട് എതിർത്ത് സംസാരിക്കുമ്പോ നൂഹ് നബി മകനോട് പറയുന്നു, യാ ആസിമൽ യൗമ മിൻ അംദില്ലാ ഇല്ലാ മർറഹിം, പൊന്നാര മോനെ, ഇന്നത്തെ ദിവസം ഒരു മലയിൽ കയറിയാലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഈ കൽപ്പനയിൽ നിന്ന് രക്ഷപ്പെടുക നിനക്ക് സാധ്യമല്ല, അതുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് കേറിക്കോ. ആ സമയത്ത് നൂഹ് നബി മകനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, നൂഹ് നബി മകനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഖുർആൻ പറയുന്നു, വഹാല ബൈനഹുമൽ മൗജ്, ആ ബാപ്പക്കും മകനുമിടക്ക് ഒരു തിരമാല ഇങ്ങ് പൊങ്ങിപ്പോയി. ബാപ്പയും മകനും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടക്ക് ഒരു തിരമാല ഇങ്ങനെ വന്നുപോയി. ഫകാന മിനൽ മുഗ്റഖീൻ, ആ തിരമാല അങ്ങ് താന്നപ്പോ, ആ തിരമാല അങ്ങ് മാറിയപ്പോ നൂഹ് നബിയുടെ മകനതാ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിപ്പോകുന്നത് കണ്ടപ്പോ നൂഹ് നബിയുടെ ചങ്ക് കത്തിപ്പോയി. നൂഹ് നബി വിളിച്ചു, വനദാ നൂഹു റബ്ബഹു, നൂഹ് നബി റബ്ബിനെ വിളിച്ചു, എന്റെ രക്ഷിതാവേ, എന്റെ രക്ഷിതാവേ, ഇന്ന ബിനി മിൻ അഹ്ലി, ഇന്ന ബിനി മിൻ അഹ്ലി, എന്റെ റബ്ബേ, എന്റെ മകൻ എന്റെ കുടുംബക്കാരനാണ്, അഹ്ലുൽ ബൈത്താണ്, എന്റെ വീട്ടുകാരനാണല്ലോ, എന്റെ വീട്ടുകാരനാണല്ലോ, എന്റെ മകനാണല്ലോ മുങ്ങിപ്പോയത്. ആ സമയത്ത് വീണ്ടും നൂഹ് നബി അല്ലാഹുവോട് പറയുന്നു, ഇന്ന വഅദക്കൽ ഹഖ്, എന്റെ അഹ്ലു ബൈത്തിനെ, എന്റെ വീട്ടുകാരെ രക്ഷപ്പെടുത്താമെന്നത് നിന്റെ വാഗ്ദാനമാണല്ലോ തമ്പുരാനെ. എന്നിട്ടും എന്റെ കുടുംബക്കാരനായ അഹ്ലു ബൈത്തിൽപ്പെട്ട എന്റെ മകനെ നീ മുക്കിക്കളഞ്ഞത് എന്താണ്? ആ സമയത്ത് പടച്ച തമ്പുരാൻ നൂഹ് നബിയോട് പറയുന്നു, ഏ നൂഹ്, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, ഏ നൂഹേ, അവൻ നിന്റെ കുടുംബക്കാരനല്ല, അവൻ അഹ്ലു ബൈത്ത് എന്ന് പറയാനുള്ള യോഗ്യതയില്ല. കാര്യം എന്താണ്? ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ നല്ലത് പ്രവർത്തിക്കാത്തവനാണ്, അവൻ സൽക്കർമ്മം പ്രവർത്തിക്കാത്തവനാണ്, അവൻ തട്ടിപ്പിന്റെ വാഗ്ദാനമാണ്, അവൻ അഹങ്കാരിയാണ്, അവൻ നിന്റെ ദീനിന്റെ നിഷേധിയാണ്, നിന്റെ ദീനെതിരെ പ്രവർത്തിക്കുന്നവനാണ്. അതുകൊണ്ട് അഹ്ലു ബൈത്ത് എന്ന് പറയാനുള്ള യോഗ്യത അവനില്ല, അവൻ നിന്റെ കുടുംബക്കാരനല്ല. ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ കുടുംബക്കാരനല്ല. അതുകൊണ്ട് നൂഹേ, ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽം, നിനക്കറിയാത്ത കാര്യം നീ എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട നൂഹേ, നിനക്കറിയാത്ത കാര്യം നീ എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട. ഇന്നി അഇദുക അൻ തകൂന മിനൽ ജാഹിരീൻ, നൂഹേ, നിന്നെ ഞാൻ ഉപദേശിക്കുകയാണ്. എന്താണ് എനിക്ക് നിന്നോട് നൽകാനുള്ള ഉപദേശം എന്നറിയുമോ? അൻ തകൂന മിനൽ ജാഹിലീൻ, ഒരിക്കലും നീ വിവരമില്ലാത്തവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്, വിവരമില്ലാത്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകരുത്. നിന്റെ മകനാണ്, കാര്യം ശരിയാണ്, പക്ഷെ അവൻ നിന്റെ കുടുംബക്കാരനല്ല, അവൻ അഹ്ലു ബൈത്തല്ല. കാര്യം എന്താണ്? അവൻ അമലുൻ ഗൈറു സാലിഹ്, സൽക്കർമ്മം പ്രവർത്തിക്കാത്തവനാണ്, തട്ടിപ്പ് നടത്തുന്നവനാണ്, വഞ്ചന കാണിക്കുന്നവനാണ്, നല്ലതിനെതിരെ പ്രവർത്തിക്കുന്നവനാണ്. അതുകൊണ്ട് നിനക്കറിയാത്ത നീ എന്നോട് ചോദിക്കരുത് എന്ന് നിന്നെ ഉപദേശിക്കുകയാണ്. ആ സമയത്ത് നൂഹ് നബി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? റബ്ബി ഇന്നി അഊദു ബിക അൻ അസ്അലക മാ ലൈസ ലീ ബിഹി ഇൽം, പടച്ച തമ്പുരാനെ, ഞാൻ വിവരമില്ലാതെ എന്തെങ്കിലും നിന്നോട് ചോദിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. അങ്ങനെ ചോദിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുകയാണ് തമ്പുരാനെ. പടച്ച തമ്പുരാനെ, ഞാൻ അങ്ങനെ ചോദിച്ചു പോയ സ്ഥിതിക്ക് വഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി അകും മിനൽ ഖാസിരീൻ, നീ എനിക്ക് പുറത്തു തന്നിട്ടില്ല എങ്കിൽ, എന്നോട് കരുണ കാണിച്ചിട്ടില്ല എങ്കിൽ ഞാൻ നഷ്ടകാരികളിൽ പെട്ടുപോകും തമ്പുരാനെ എന്ന് നൂഹ്
നൂഹ് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആൻ പറയാണ്. അപ്പൊ വളരെ വ്യക്തമാണ് സഹോദരങ്ങളെ, സ്വന്തം മകന്റെ കാര്യമാണ് പറഞ്ഞത്. അഹ്ലു ബൈത്തിൽപ്പെട്ട സ്വന്തം മകൻ, ആ മകൻ നൂഹ് നബിയുടെ ദീനെതിരെ പ്രവർത്തിച്ചത് കൊണ്ട് അള്ളാഹ് പറയാണ്, ഇല്ലടോ അവൻ അഹ്ലു ബൈത്ത് അല്ല, അവൻ അഹ്ലു ബൈത്ത് എന്ന് പറയാനുള്ള യോഗ്യത ഇല്ല. ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം. മുഹമ്മദ് നബിയുടെ കുടുംബമാണ് അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ അവർക്കുണ്ടായിരിക്കേണ്ട യോഗ്യത, ആ യോഗ്യത കാത്തു സൂക്ഷിക്കാതെ അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞിട്ട് അള്ളാന്റെ മതം വിൽക്കാനും അതിന്റെ പേരിൽ തട്ടിപ്പ് നടത്താനും അതിന്റെ പേരിൽ കാശ് പിരിക്കാനും അതിന്റെ പേരിൽ ഈ ദീനിനെ വികൃതമാക്കാനും ആരെങ്കിലും ഒരുങ്ങിയാൽ ഓന്റെ ക്വാളിഫിക്കേഷൻ നഷ്ടപ്പെടും. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അഹ്ലു ബൈത്തിന്റെ യോഗ്യത അവന് നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, അഹ്ലു ബൈത്ത് ആരെന്ന് പഠിക്കാൻ, അവരുടെ യോഗ്യത എന്തെന്ന് മനസ്സിലാക്കാൻ എല്ലാവരും തയ്യാറാകണം. നമ്മുടെ നാട്ടിലെ ഉലമാക്കന്മാർ, നമ്മുടെ നാട്ടിലെ വിവരമുള്ളവര് സാധാരണക്കാരന് പറഞ്ഞു കൊടുക്കണം ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് എന്താണ് അഹ്ലു ബൈത്തിന്റെ യോഗ്യത, എങ്ങനെയായിരിക്കണം അഹ്ലു ബൈത്ത്, എപ്പോഴാണ് അഹ്ലു ബൈത്ത് ആവല്, അഹ്ലു ബൈത്തിൽ നിന്ന് പുറത്തു പോലെ എപ്പോഴാണ്. നിങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാകണം. ലോക ചരിത്രത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഷിയായിസ മുതൽ അബ്ദുല്ലാഹിബ്നു സബഅ എന്ന് പറയുന്ന ജൂതനുണ്ടാക്കി ഷിയായിസ മുതൽ ഇങ്ങോട്ട് കൊണ്ടോട്ടി ഷെയ്ഖ് മുതൽ ഇങ്ങോട്ടുള്ള ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലാ തട്ടിപ്പിന്റെയും മുന്നിൽ ഒരു അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളെ പിടിച്ചു നിർത്തിയതായി നമുക്ക് കാണാം. അത് ഒറിജിനൽ ആയിരിക്കും അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. ഇങ്ങനെ നിർത്തിയിട്ട് ഈ അഹ്ലു ബൈത്തിന്റെ മറ പിടിച്ചിട്ട് ഇസ്ലാമിക വിരുദ്ധമായ ആദർശം പ്രചരിപ്പിക്കുന്ന സംഗതി ലോകത്ത് കഴിഞ്ഞ കാലഘട്ടത്തിലെ ഇസ്ലാമിക ചരിത്രത്തിന്റെ എല്ലാ മേഖലയിലും കാണാൻ കഴിയണമെങ്കിൽ ആ അവസ്ഥ കൊണ്ട് യഥാർത്ഥ അഹ്ലു ബൈത്തിനെ നിന്ദിക്കാനോ നിഷേധിക്കാനോ നമുക്ക് അവകാശമില്ല. മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ റാഫിദിയാക്കളുണ്ട്. ആ റാഫിദിയാക്കൾ നമുക്കറിയാം ഇസ്ലാമിക വിരുദ്ധമായ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇമാം ഷാഫി വളരെ വ്യക്തമായി റാഫിദിയാക്കൾക്കെതിരെ ശബ്ദിച്ചു. അതോടൊപ്പം അഹ്ലു ബൈത്തിന് മഹത്വം കൽപ്പിക്കുകയും ചെയ്തു. ആ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥമായ അഹ്ലു ബൈത്ത് അല്ലേ, ആ അഹ്ലു ബൈത്തിന്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്നവര്, അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകന്റെ ആ ദൗത്യം ഈ ലോകത്ത് അതിന്റെ തനതായ രൂപത്തിൽ നിലനിർത്താൻ ആശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ അത് പരിപൂർണമായും അംഗീകരിച്ചും അവരെ ബഹുമാനിച്ചും നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. നേരെ മറിച്ച് അതിന് വിപരീതമായി അഹ്ലു ബൈത്തിന്റെ മറവിൽ തട്ടിപ്പ് നടത്തുന്നവൻ എത്ര വലിയവനായാലും അതിനെതിരെ വളരെ ശക്തമായി മുൻഗാമികളുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് തന്നെ വളരെ ശക്തമായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാകണം. ഇവിടെ ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. ഈ കാര്യം വിശദീകരിക്കുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും അത് മുജാഹിദുകളുടെ വാദമാണ്. ഒരിക്കലുമല്ല. അതിന് തെളിവാണ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത്. പേരോട് മുസ്ലിയാർ, ഖാസിമിയുടേത്, അതുപോലെ തന്നെ കള്ള ഉലിയാക്കന്മാരുടെ ഓരോ വേഷം കെട്ടലുകൾ, അതിന് ഔപോത്ബലകമായ തെളിവുകൾ എല്ലാം ഉദ്ധരിച്ചിരിക്കുന്നു. ഇനിയും നിങ്ങളും റബ്ബും പടച്ചവനുമായി തീരുമാനിക്കേണ്ട വിഷയമാണ്. ഇനി ഞങ്ങളുടെ ബാധ്യത അവസാനിച്ചു. ഇത് കേട്ടവരറിഞ്ഞവർ അവരും റബ്ബും തമ്മിൽ തീരുമാനിക്കേണ്ടതാണ് ബാക്കിയുള്ള വിഷയങ്ങൾ. അള്ളാഹു നാം ഏവരെയും അവന്റെ യഥാർത്ഥമായ ദീനിന് വേണ്ടി നിലകൊള്ളുന്നവരായി, അതിനുവേണ്ടി നിലനിൽക്കുന്നവരായി, അതിനുവേണ്ടി വാദിക്കുന്നവരാക്കി തീർക്കുമാറാകട്ടെ. അതോടൊപ്പം നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ദീനിന്റെ യഥാർത്ഥമായ വശങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് നിലകൊള്ളാനും അതുപോലെ അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധമായ കാര്യങ്ങൾ വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തൗഫീക്ക് നൽകി അള്ളാഹു നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നൽകി നാം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ കപടന്മാരുടെ കപടതകളിൽ നിന്നും വ്യാജന്മാരുടെ വ്യാജങ്ങളിൽ നിന്നും അള്ളാഹു ഈ ദീനിനെ സംരക്ഷിക്കുമാറാകട്ടെ. ദീനിന്റെ യഥാർത്ഥമായ തത്വങ്ങളെ മുറുകെ പിടിക്കാനും അതിനുവേണ്ടി നിലകൊള്ളാനും അവസാനം ആ മാർഗത്തിൽ ഷഹീദാകാനുമുള്ള തൗഫീക്ക് നൽകി നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.